കാര്യം. പക്ഷെ അതിനൊരു മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്നുമേ ഇവിടെ പറയുന്നുമില്ല. അതാണ് ഞങ്ങളുടെ. അല്ലാതെ UDF-ന് ഒരു വികസനത്തിനോട് വിരോധം എന്നല്ല. നമുക്കറിയാം സ്റ്റേഡിയമൊക്കെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയ സംഭവം തന്നെയാണ്. പിന്നെ 14.5 ഏക്കറാണ് സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഈ 14.5 ഏക്കറും എടുക്കുകയാണോ? അതിനെക്കുറിച്ച് ഒരു ധാരണയും ഇത് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റേഡിയം അക്വയറി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വസ്തു അക്വയറി ചെയ്ത് അവർക്കൊക്കെ ഈ ബാധ്യതകൾ കിടക്കുകയാണ്. ആ ബാധ്യതകളൊക്കെ എങ്ങനെയായി വരും അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. MOU ഒപ്പിടുക എന്ന് മാത്രമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ചർച്ചയും നടത്താതെ ഇപ്പം തന്നെ നമുക്കറിയാം കൗൺസിലിനെ കുറിച്ച് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങനെയുള്ള ഒന്നും നടക്കാതെ അതിന് മുമ്പേ ഈ ഒരു 2-3 അജണ്ട വെച്ചുകൊണ്ട് കൗൺസിൽ ഫസ്റ്റിലെ നടത്തിക്കൊണ്ട് ഇത് പാസ്സാക്കി പോകണമെന്നുള്ള തീരുമാനവുമായിട്ടാണ് നമ്മുടെ കൗൺസിൽ ഇന്ന് നടന്നത്. ഇപ്പം അപ്പുറത്തിരിക്കുന്നവരെല്ലാം കുറ്റം പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റേഡിയത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പല കാര്യങ്ങളും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അതിന് നമ്മളിപ്പം തന്നെ ചർച്ച വേണ്ട, മതി, പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പൊ ഞങ്ങളാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ MOU ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആ മാറ്റം എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം. അത് അതിനു വേണ്ടി മാത്രമല്ല അതിന്റെ നിന്ന് കൊണ്ടുവന്ന MOU അത് മലയാളത്തിലാദ്യം ഇവിടെ വരെ പറയുന്ന കേട്ടു. ഇത് മലയാളത്തിലാക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതാണ് അതിന്റെ. ഇപ്പൊ ചെങ്ങന്നൂര് ഇത് ഇംഗ്ലീഷിൽ കൊടുത്തു അവരത് വായിച്ചു, അവരത് ഒപ്പിട്ടു. പിന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നത്. അതേപോലെ വരാതെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ തരത്തിലുള്ള ഒരു MOU ആ ഒരു രീതിയിൽ ചർച്ച പോയി കഴിഞ്ഞിട്ട് വേണം ഇത് മുന്നോട്ട് പോകാനുള്ളതാണ് എനിക്ക് പറയണം. കഴിഞ്ഞ സെക്ഷനിലൂടെ LDF-ന്റെ കൗൺസിലേഴ്സ് പറഞ്ഞു പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സിന് ആധികാരികമായിട്ട് ഇതിനെ പറ്റി പഠിക്കാൻ സമയം കൊടുക്കണം എന്ന് പറയുമ്പോൾ പുതിയ കൗൺസിലേഴ്സിനെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകേടിനെയാണ് പറയുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. അത് ഒരു കാര്യത്തെപ്പറ്റി ആധികാരികമായിട്ടൊന്ന് പഠിക്കാൻ ഇച്ചിരി സമയം കൊടുക്കുക എന്നുള്ളത് അവരെ പരിഗണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവരുടെ കഴിവുകേടിനെയല്ല അവിടെ എടുത്തു കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സിന്ധു ചേച്ചി പറഞ്ഞ പോലെ കഴിഞ്ഞ കൗൺസിലുണ്ടായിരുന്ന സിന്ധു ചേച്ചിക്ക് പോലും ഉച്ചവരെ ഇന്ന് കഴിഞ്ഞപ്പോഴാണ് MOU പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് ഇതിന്റെ കൗൺസിലിന്റെ നടപടിക്രമങ്ങളൊന്നും അറിയാതെ ആദ്യമായിട്ട് വന്ന കൗൺസിലേഴ്സിന് ഒന്ന് ജസ്റ്റ് ഇത് വായിക്കുമ്പോഴേ ആധികാരികമായിട്ട് ഇതിനെപ്പറ്റി പറയണമെന്നില്ല. അപ്പോൾ അതിന് കുറച്ച് സമയം അനുവദിക്കണം. അത് പുതിയ കൗൺസിലേഴ്സിനെ ആ രീതിയിലൊന്ന് പരിഗണിക്കണം. അതുപോലെ പൂർണ്ണമായിട്ടും നഗരസഭയുടെ അധികാരത്തിലുള്ള ഈ ഒരു വസ്തു വിട്ടുകൊടുക്കുമ്പോൾ നഗരസഭയിൽ അതിന് ഒരു പ്രോഗ്രാം നടത്താനോ കാര്യങ്ങൾക്കോ വേണ്ടി ആ രണ്ടാഴ്ചത്തെ നോട്ടീസ് കൊടുത്ത് കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് വിട്ടുകൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നഗരസഭയ്ക്ക് അതിന് എന്ത് പ്രാതിനിധ്യമാണ് കിട്ടുന്നത്, നഗരസഭയ്ക്ക് എന്ത് നിയന്ത്രണമാണ് അതിനകത്തുണ്ട്, അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമാകുന്നു. അപ്പം പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സിന് അതിനെ പറ്റി പഠിക്കാൻ ഇച്ചിരി സമയം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചെയർമാൻ, പ്രിൻസിപ്പൽ, മറ്റ് കൗൺസിലേഴ്സ്, ഞങ്ങൾ നേരത്തെ കൗൺസിൽ പറഞ്ഞതുപോലെ തന്നെ പുതിയ കൗൺസിലേഴ്സ്, അതായത് ഞങ്ങളിപ്പോൾ വന്ന കൗൺസിലിന് മുമ്പ് ഇരുന്നിട്ടുമില്ല, ഇപ്പോൾ പുതിയതായിട്ട് വന്നവരല്ലേ, ഞങ്ങൾക്ക് പിന്നാത്തെ നടപടിക്രമങ്ങളൊന്നും അറിയില്ല. അതൊരു വസ്തുത തന്നെ. പിന്നെ ഈ സ്റ്റേഡിയം വിഷയം വന്നപ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും അറിയിക്കാത്ത ഒരു കൗൺസിൽ പുള്ളിക്ക് നേരത്തെ ഒന്നും തന്നെയാണ്. പുള്ളി പറഞ്ഞത് MOU ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാൻ മതി, കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ ക്ലോസ് എന്തോ വന്നത് ഇപ്പം ഞങ്ങൾ വായിച്ചിട്ട് ഇപ്പം ഇവിടെ വന്ന് 1 മണിക്കൂർ ഇരുന്ന് വായിച്ചിട്ട് പോലും നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനുള്ള ഇതില്ല. അതുപോലെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പത്തനംതിട്ട നിലവിലുള്ള ജില്ലാ സ്റ്റേഡിയം KK നായർ ഡിസ്ട്രിക്ട് സ്റ്റേഡിയം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. അതാണിപ്പോൾ മാറ്റി നമ്മുടെ ബ്ലസന്റ് ജോർജായിട്ട് ഇൻഡോർ സ്റ്റേഡിയമായിട്ട് വന്നിരിക്കുന്നു. ചോദിക്കട്ടെ, ഇൻഡോർ സ്റ്റേഡിയം ഓൾറെഡി ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്.
ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് അത് കൂടാതാണ് ഇവിടെ ഇൻഡോർ സ്റ്റേഡിയം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പത്തിരുന്ന കൗൺസിലർമാർ മുഴുവൻ പറഞ്ഞു ഇന്നതുപോലെ 8 ട്രാക്കുണ്ട്, 9ാമത്തെ ട്രാക്കിൽ കൂടെ നടക്കാം എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല, ഇതിനകത്തൊന്നുമില്ല, ഒരു ഐഡിയയും ഇല്ലാതെ വന്നവർക്ക് ഇപ്പൊ ആൻസി സൂചിപ്പിച്ചതുപോലെ പുതുമുഖമായിട്ട് വന്ന് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവില്ല. അത് ഒന്ന് വിശദീകരിച്ച് തരാനുള്ള ഒരു സാവകാശമെങ്കിലും ബഹുമാനപ്പെട്ട ചെയർമാൻ കാണിക്കണം. അതുപോലെ ഞങ്ങൾ വെറും അവർ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ 10 കൗൺസിലേഴ്സ് വെറുതെ ഇതിന് പറയുന്നത് കേട്ട് വന്നിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ആ തെറ്റിദ്ധാരണകൾക്കും വേണ്ട. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിച്ചു ചെയ്യാനുള്ള സാമാന്യ ബുദ്ധിയും വിവരമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും ആർക്കും വേണ്ട. കൗൺസിലർ, ഞാൻ ആദ്യമായാണ് ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു മെമ്മോ ഇപ്പോൾ ഇവർ പറയുന്നു ഇവരൊക്കെ വളരെ ആത്യന്തികമായി ഇത് പഠിച്ചു എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ നിങ്ങളെ പാർലമെന്ററി പാർട്ടി കൂടിയപ്പോൾ നിങ്ങളെ MLA ഇതിനെപ്പറ്റി വിശദ വിവരങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ സ്കെച്ചും പ്ലാനും ഉൾപ്പെടെ പറഞ്ഞ് നിങ്ങളെ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞങ്ങളോടെങ്കിലും ഈ ചെയർമാന് ഞങ്ങളെ നേരത്തെ മുൻകൂട്ടി വിളിച്ച് ഇതിനൊക്കെയാണ് ഈ ഒരു ആർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്. ഈ കേരള സർക്കാരിന്റെ കീഴിലേക്ക് ഈ മുനിസിപ്പൽ സ്റ്റേഡിയം ചെല്ലുമ്പോൾ ഇപ്പം തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തെ ആവശ്യമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഈ സ്റ്റേഡിയം കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്റ്റേഡിയങ്ങളിൽ മുൻകൂർ അനുമതി വാങ്ങിച്ച് മാത്രമേ ഈ ഒരു വലിയ ജയിലറ പണിയുന്ന പോലെ സെക്യൂരിറ്റിയും വെച്ച് ഗേറ്റുകൾ അടച്ചിട്ട് മാത്രമാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അവിടെയാണെങ്കിലും വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല കാര്യങ്ങൾക്കും പരിപാടികൾക്കും പങ്കെടുക്കുന്നതിനും അല്ലെ അതിന്റെ വെളിയിലാണ് കൂടുതലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന് നമുക്ക് ഏകാന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ആർട്ടിക്കലിലെ 9-ാം നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കും കേരള സർക്കാരിനും ഒരേ അധികാരം വരുന്നുണ്ട്. നമുക്ക് ഈ വസ്തു വിറ്റോണ്ടല്ല ഇതിന് ഈ ഫണ്ട് വാങ്ങിക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നല്ലോ. ഇപ്പം ഞങ്ങൾ ഈ ഇൻഡോർ സ്റ്റേഡിയം ആന്റോണിന്റെ MP ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആർക്കും അത് തീരുമാനിക്കൊണ്ടല്ല, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവകാശങ്ങൾ ഊന്നിക്കൊണ്ടല്ല നമ്മൾ ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് അനുമതി കൊടുത്തത്. 5 കോടി രൂപയുടെ ഇപ്പം ഈ ഇത്രയും ഈ സ്റ്റേജിലേക്ക് എത്തി. ബാക്കി കുറേ പണിയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ് കമ്പി എടുത്തുകൊണ്ട് പോയത്. അതൊന്നും താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ്. ഇപ്പം കമ്പി എടുത്തുകൊണ്ട് പോയെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് അതിനുള്ള അധികാരം കാണുമല്ലോ. ഇതിന്റെ കമ്പിയും കൊണ്ടുവരുന്നത് അവരാണ്. അല്ല നമ്മളെ മുനിസിപ്പാലിറ്റി ഇറക്കി വെച്ച കമ്പിയല്ലല്ലോ അവർ എടുത്തുകൊണ്ട് പോകും. അവർ പണിയാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി അവർ ഇതിന് ശേഷം ഇനി പണിക്ക് ഇപ്പൊ കമ്പിയുടെ ആവശ്യം കഴിഞ്ഞു കാണും. ഇനി ഞാൻ മനസ്സിലാക്കിയ ബെൽറ്റ് വാർക്ക് വരുമ്പോഴത്തേക്ക് കല്ലാക്കിയായിരിക്കും അവർ പണിയുന്നത്. അപ്പൊ അവർ കമ്പി എടുത്തുകൊണ്ട് പോയി. ഇതൊന്നും അല്ല കാരണം. നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാരണമെങ്കിൽ ഈ ചെയർമാൻ മുൻകൈ എടുത്ത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് ഇംഗ്ലീഷ് കുറച്ചു നേരം ആദ്യമേ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു ചിലപ്പോൾ മനസ്സിലായാലേ മലയാളത്തിൽ പറയാമെന്നോ. നിങ്ങൾക്ക് അതേ സംഭവം തന്നെ ഇപ്പൊ ഇതിൽ പലരും വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ ഇംഗ്ലീഷ് ഇപ്പൊ മനസ്സിലാക്കണമെന്ന് ഓരോ വേടിന്റെ മീനിങ് അതാത് രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് മലയാളത്തിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് കൊടുത്തെങ്കിൽ ഇത് ലോകം ഇടിഞ്ഞു വീഴുന്ന സംഭവമൊന്നും അല്ലല്ലോ. ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ. സാധാരണപ്പെട്ടവരും അല്ലാത്തവരും വിദ്യാഭ്യാസം ഉള്ളവരും എല്ലാം മനസ്സിലാക്കട്ടെ. ഇത് പൊതുജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ പ്രകടന പത്രിക ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന സംഭവമാണ് സ്റ്റേഡിയം വികസനം. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇത് രാഷ്ട്രീയം ആരാ കളിക്കുന്നത്? ഇത് രാഷ്ട്രീയം കളിക്കുന്നത് ഇവിടുത്തെ MLA രാഷ്ട്രീയം കളിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ് ശിവദാസൻ നായരും മോഹൻലാലുമാ ഇതിന് രാഷ്ട്രീയം കളിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ MLA ഓരോ ഇലക്ഷൻ വരുമ്പോഴും പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ഒരു കൈകാര്യം ചെയ്തു. അല്ലെങ്കിൽ അന്ന് ഇപ്പം പൊട്ടും അണക്കെട്ട് പൊട്ടും എന്ന് പറഞ്ഞ പോലെ വീണാജോലി പറഞ്ഞത് ഇവിടെ ഈ ഇപ്പൊ 5 മണിക്കുള്ളിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ ആവും. അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ ന്യായങ്ങൾ. ഇത് ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതേ നാണയത്തില്ല ഇതേ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളായിട്ട് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ ഭരണസമിതിയും ചെയ്തത്. ഇതിപ്പം ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നോക്കിയിരുന്നു. ഈ 2 മാറ്റങ്ങൾ വരുത്താമെങ്കിൽ ഈ ഒരു മാറ്റം കൂടി വരുത്തുന്നതിന് എന്താ പ്രത്യേക കാരണം? ഇവർ പറഞ്ഞ എല്ലാ ജില്ലകളിലും 13 ജില്ലകളിൽ ഇതേ മെമ്മോറാണ്ടം അനുസരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതിലെ 2 ചേഞ്ചസ് നമുക്ക് പത്തനംതിട്ടയ്ക്ക് വരുത്താൻ പറ്റി. അത് നമ്മളെ വലിയൊരു വിജയമല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യം ശരിയെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയല്ലേ ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യത്തിലും കൂടി നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾ ആരും വികസനത്തിനെതിരല്ല. ഞങ്ങളെല്ലാം സ്റ്റേഡിയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പരിപാടികൾ നടക്കണം, വളരെ ഭംഗിയായിട്ട് പരിപാടി, അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ പരിപാടികൾ നടത്തണം.
അതുപോലെ തന്നെ പറയുമ്പോൾ നമ്മൾ തന്നെ പത്തനംതിട്ടയുടെ കായിക പ്രേമികൾ അല്ലെ കായിക ആൾക്കാർ മുന്നോട്ട് വന്നില്ല, അല്ലെ സ്പോർട്സ് കൗൺസിലിന്റെ കഴിവുകളുണ്ടോ? ഇതിൽ പത്തനംതിട്ട മാത്രമല്ലല്ലോ, ഗാന്ധിയിലുണ്ട്, അല്ലെ അടൂർ മുനിസിപ്പാലിറ്റി ഉണ്ട്. അടൂർ ഭരിക്കുന്ന ആരായിരുന്നു? അടൂർ എന്താ എത്ര കായിക താരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്? അതൊന്നും പറയണ്ട. സംസ്ഥാന സർക്കാർ പരിപാടികളിട്ട് ഇവിടെ കേരളോത്സവം, ഞാൻ മുൻ ഇവിടുത്തെ കേരളോത്സവത്തിൽ യുവനക്ഷേമ ബോർഡ് മെമ്പറായിട്ട് കൂടിയിരുന്ന ആളാണ്. ഇവിടെ എത്ര പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു? അത് സംസ്ഥാന യുവനക്ഷേമ ബോർഡിന്റെ എല്ലാ ഉത്തരവാദിത്തമായുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാ കൊല്ലവും ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോഴും എല്ലാം നമ്മൾ പിന്നോട്ടാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഞങ്ങളല്ലേ ഭരിക്കുന്നതല്ല, ഇത് യുവനക്ഷേമ ബോർഡ് ഉൾപ്പെടെ സ്കൂളുകളിൽ നിന്ന് ഉൾപ്പെടെ പ്രോത്സാഹനം കൊടുത്ത് വേണമെങ്കിൽ കൊണ്ടുവരാം. അതിന് അവിടുത്തെ സ്ഥല MLA ഒക്കെ അവർ സ്കൂളുകളിലും എല്ലാം പറ്റുമല്ലോ. എത്ര സ്കൂളുകളുണ്ട് നമുക്കിവിടെ ഗ്രൗണ്ടുകൾ, അതൊക്കെയാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഈ പൊതുവായിട്ട് കിടക്കുന്ന ഈ സ്റ്റേഡിയത്തില് ഈ സ്കൂളുകൾ ഉൾപ്പെടെ ഇവിടെ ഇവന്റുകൾ നടത്തുന്ന സ്കൂളുകളാണ്. ഇവർ 14 ദിവസം മുമ്പ് പെർമിഷൻ എടുത്ത് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയും ഈ സ്റ്റേഡിയത്തിന്റെ അനുമതി നേരത്തെ എടുക്കണമെന്നാണ്. എന്നുവെച്ചാൽ പല ആൾക്കാരുടെ വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ എങ്കിൽ പോലും ഈ അവിടെ പരിപാടികൾ നടത്തുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാരം വാങ്ങണം, ഈ ബാക്കിയുള്ളവരുടെ ഇത് വാങ്ങണം എന്നൊക്കെ പറയുന്നത് അത് ബാലിശമായ നടപടികളാണ്. അതിനോട് ഈ മെമ്മോണ് താൽക്കാലികമായിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം എന്താ? ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അത് വലിയ ലോകം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പൊ 11-ാമത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതിന് ശേഷം വെക്കുക, എന്നിട്ട് അതിന് ശേഷം വെച്ചിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ നിങ്ങൾ പാസ്സാക്കുക. നിങ്ങൾക്ക് എന്തുവാനും മുൻതൂക്കമുണ്ട്, നിങ്ങൾക്ക് അത് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാസ്സാക്കുക. അല്ലാതെ ഇത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതാണ്. ഈ ഫസ്റ്റ് കൗൺസിലിൽ തന്നെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ തെറ്റായിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് കൗൺസിലെ നമുക്ക് ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാനുള്ള സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ ഫസ്റ്റ് കൗൺസിലിൽ ഇത് കൊണ്ടുവന്ന് ഇത്രയും രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ഇത് ഒരു 10 ദിവസം കഴിഞ്ഞാലും ചെയ്യാറ്. എന്തുവായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവർക്കും അറിയാം. അതിന് മുമ്പ് നിങ്ങൾക്ക് കല്ലിടാനാണെങ്കിൽ കല്ലിടാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നിങ്ങൾക്ക് കല്ലിടാനല്ലേ സാധിക്കും. നിങ്ങൾ ഉദ്ദേശം അതാ, അല്ലാതെ ഇത് പണിഞ്ഞ് പൂർത്തിയാക്കി ഇവിടെ തന്നെ പറഞ്ഞു 5 കൊല്ലം പണിഞ്ഞ് പൂർത്തിയാക്കാം. നിങ്ങൾക്ക് ആൾക്കാരെ ഇതാണ്. നിങ്ങളാണ് ഇവിടെ ഇലക്ഷനുമായി ഇലക്ഷനെ മുന്നോട്ട് ഈ രാഷ്ട്രീയം കളിക്കുന്നത്. അല്ലാതെ UDF-നോ കോൺഗ്രസിന്റെ രാഷ്ട്രീയമോ ഇതല്ല. ഞങ്ങൾ വികസനത്തിന് എതിരല്ല. ഇപ്പോഴും ഞങ്ങൾ വന്ന് ഈ സ്റ്റേഡിയം ഇവിടെ വേണം, ഈ സ്റ്റേഡിയത്തിന് വേണ്ടതായ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഈ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുവരണം എന്ന് മാത്രമാണ് നമുക്ക് പറയാവുന്നത്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഫസ്റ്റ് കൗൺസിൽ വരുമ്പോൾ ഒരു പരിചയപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് ഈ കൗൺസിൽ നടന്നില്ല. രാവിലെ പരിചയപ്പെടുത്തുക, പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ അതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചിട്ട് ഒരു കൗൺസിലർ എന്നോട് ചോദിക്കുക എന്ത് പേര് നടക്കും. ഫസ്റ്റ് തുടക്കത്തിൽ കൗൺസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആദ്യകാല കൗൺസിൽ ഞാൻ തന്നെ കഴിച്ചതാണ്. നടന്നില്ല. എല്ലാവരും പുതിയ കൗൺസിൽ, എല്ലാവരും പഴയ കൗൺസിലർമാരല്ല, കുറേ പുതിയ കൗൺസിലർമാരുടെ സാധാരണ മാതൃഭാഷയിൽ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് മെമ്മറിയെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംഗതികളും അതും ചെറുതാണെന്ന് അറിയണം. രാവിലെ മുതൽ നടന്നൊക്കെ ചർച്ചയിലേക്ക് മനസ്സിലാക്കാൻ ശരിക്കും നഗരസഭയുടെ മുഖച്ചാൽ തന്നെ മാറ്റാൻ പറ്റുന്ന വലിയൊരു പ്രോജക്റ്റാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മുൻ കൗൺസിലിംഗ് ഇല്ല, എല്ലാവരും കഴിഞ്ഞ കൗൺസിലിംഗ് നടന്നതും ഒന്നും അറിയില്ല. ബഹുമാനപ്പെട്ട ആറുമുള വീണാ ചോറിന്റെ കത്തൊന്നും വായിച്ച് കേട്ടതില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് സംഭവം എത്ര ഫണ്ട് അലോട്ട് ചെയ്തു, നഗരസഭയ്ക്ക് എത്ര ഫണ്ട് സ്റ്റേഡിയത്തിനുണ്ട് എന്നതും അറിയത്തില്ല. പിന്നെ റോഷിനി സന്തോഷ് ഇടയ്ക്ക് പറഞ്ഞു 3 കോടി ഉണ്ട്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വലിയ വാർത്തകളൊക്കെ ആയ സംഗതിയാണിത്. ഒരു വലിച്ചു നീക്ക ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവരണം. ഒരു വലിച്ചു നീക്കലിന്റെ ആവശ്യമില്ല. കുറേ കൗൺസിലർ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ നാളുകളായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8ാമത്തെ ക്ലോസ് ഇതിനകത്ത് പറയുന്ന
ഒരു എട്ടാമത്തെ ഒരു സംഗതിയൊക്കെ ഒരു ക്ലോസ് ഒക്കെ പറയുന്നത് തന്നെ മത്സരങ്ങൾ അങ്ങനെയുള്ള സംഘടന ക്യാമ്പയിനും ഒക്കെ വരുമ്പോഴത്തേന് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നഗരസഭ കൊടുത്തുകൊടുക്കണം. നഗരസഭയുടെ ഉടമസ്ഥത അവകാശത്തിലുള്ള ഭൂമിയാണല്ലോ ഇത്. അപ്പം എന്തിനാണ് ഈ നഗരസഭ കത്ത് കൊടുക്കുന്നത്? അപ്പം ചെയർമാനിനെ കീഴിലുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ അതിലൊരാൾ മുൻകൂട്ടിയൊക്കെ പറഞ്ഞാൽ പോരാ. ഇത് 2 ആഴ്ചയ്ക്ക് മുമ്പേ കത്ത് കൊടുക്കേണ്ട ഒരു സംഗതി വേണം. വിശദമായിട്ട് എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ആശങ്കയാണ് ഞാൻ ചോദിച്ചത്. അതുപോലെ തന്നെ ഉന്നതങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളോട് ചോദിച്ച് നല്ലൊരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഒരു സ്റ്റേഡിയം വളരെ അത്യാവശ്യം. ഇവിടെ പറഞ്ഞ കൊച്ചു പിള്ളേർ വരെ ആ സ്റ്റേഡിയത്തിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ സ്റ്റേഡിയത്തിന് രാവിലെ ഓടാൻ പറയുമ്പോൾ കാടിനകത്ത് ഒരു ബോഡി അവരുടെ നേരത്തെ ശരിക്കും അവർ പോയി നോക്കി. പോലീസ് അവരുടെ കമ്പനി ആ മനുഷ്യനെ തുണി പോലും ഇല്ലാതെ ആ ബോഡി ആ മനുഷ്യനെ പിന്നെ തുണി എടുത്തുകൊണ്ട് വിട്ടിട്ട് സാധാരണപ്പെട്ട ഒരു കുട്ടിക്ക് എങ്ങനെ ഈ സ്റ്റേഡിയത്തിൽ പോയി കളിക്കാൻ പറ്റും? അങ്ങനെയുള്ള ഈ അവസരങ്ങൾ പറഞ്ഞ എല്ലാവരും സ്റ്റേഡിയം കണ്ണു കഴിഞ്ഞാൽ പിള്ളേർക്ക് കലാകായിക മത്സരങ്ങൾ അവിടെ നടത്താൻ പറ്റുന്ന പറയുന്നില്ലല്ലോ. എല്ലാ സ്റ്റേഡിയത്തിലുണ്ട്. കണ്ണൂർ സ്റ്റേഡിയത്തിലുണ്ട്, നേരത്തെ സ്റ്റേഡിയത്തിലുണ്ട്, ഈ പറയുന്ന കണ്ണൂർ സ്റ്റേഡിയത്തിലുണ്ട്. ഈ പറയുന്ന സ്റ്റേഡിയത്തിലെല്ലാം കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയത്തിലാണ്. ഇപ്പം നമ്മൾ കപ്പ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മുടെ പ്രകടന പത്രികയായിരുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, LDF ഒന്നാമത്തെ പ്രകടന പത്രികയായിരുന്നു സ്റ്റേഡിയം പണിക്കുന്നത്. ഇത് കണ്ട് വെപ്രാളപ്പെട്ട് പെട്ടെന്ന് സംസ്ഥാന സർക്കാരിനോട് യോജിച്ച് ഞങ്ങളും സ്റ്റേഡിയം ഇങ്ങനല്ലേ പത്രസമ്മേളനം നടത്തിയത്? അപ്പോൾ എല്ലാവർക്കും സ്റ്റേഡിയം അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമായി. എത്രയും പെട്ടെന്ന് ഈ ചർച്ചയിലെ വച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് MOU ഒപ്പിടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഇത്രയും നേരം ഞാൻ കുടിയാകാമെന്നുള്ളതിൽ ചർച്ച വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരൊക്കെ ഓരോരുത്തരും സ്റ്റേഡിയത്തിനെതിരായി പറഞ്ഞു വയ്ക്കുന്നതിൽ ഉള്ളുകൊണ്ട് സ്റ്റേഡിയം യാഥാർത്ഥ്യമാകണമെന്നുള്ള ആ ചിന്താഗതിക്കാരാണെന്നുള്ളത് ശരിയാണ്, എനിക്ക് മനസ്സിലായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെന്റ് കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടി ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണമാണ്. നമുക്ക് വേണ്ടി മാത്രം ഇതെല്ലാം പൊളിച്ചെഴുതണം എന്നൊരു ദുർവാശി ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. എങ്കിൽ പോലും നമ്മൾ MLA ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 2 കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ബഹുമാനിയായ ജില്ലയുടെ പിതാവ് KK നായർ സാറിന്റെ പേര് സ്റ്റേഡിയത്തിന് നൽകുന്നതിനും അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തുന്നതിനും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യം. പുകമറ സൃഷ്ടിച്ച് വികസനമില്ലാതാക്കുന്നതിന് ശ്രമിക്കരുത്. വളരെ നാളായി പത്തനംതിട്ട പ്രദേശവാസികളുടെ ഒരു ആഗ്രഹമാണ് ഒരു സ്റ്റേഡിയത്തിനുള്ളത്. നമുക്ക് നേരത്തെ കിട്ടുന്ന സ്റ്റേഡിയം പ്രമാണത്തിൽ നമ്മുടെ ജില്ലയ്ക്ക് കിട്ടുന്ന മെഡിക്കൽ കോളേജ് വേണ്ട ഭൂമിയിലേക്ക് പോയി. അതിനൊന്നും ആർക്കുള്ള പ്രതിനിധി നമ്മുടെ നഗരത്തിന് വികസനം ഉണ്ടാകണം. വികസന കാര്യത്തിൽ രാഷ്ട്രീയം ഒഴിവാക്കി UDF എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സ്റ്റേഡിയത്തിന്റെ MOU ഒപ്പിടുന്നതിനുള്ള ഒരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം എന്ന് മാത്രമേ പറയാം. ആവശ്യം ആദ്യം മുതലേ ആവശ്യം എന്ന് പറയുന്നത് ഇന്നലെ ഒപ്പിടണമെന്നാണ്. അതിന് പോലും പാടില്ലായിരുന്നാണ് പ്രവൃത്തി പറഞ്ഞത്. എന്നാലും കൗൺസിലറുടെ ആവശ്യം ഇപ്രകാരം ചർച്ച ഇതുവരെ എത്തിയിരിക്കുകയാണ്.
ചെയർമാനാണെങ്കിൽ ആകെ പണം പ്രശ്നത്തില്ല. ഇങ്ങനെയാണ് ഒപ്പിട്ട് പോയാൽ താൻ ഈ നാടിനെ നശിപ്പിച്ച ഒരാളായിട്ട് മാറുമെന്നുള്ള ആകെപ്പാട് ആശങ്കയിലിരിക്കുക ചെയർമാൻ. പാർലമെന്ററി പാർട്ടി പഠിപ്പിച്ചുവിട്ട കാര്യങ്ങളും പാർട്ടിക്ക് പുറമെ ചർച്ച ചെയ്ത കാര്യങ്ങളും ഭരണപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ധർമ്മസങ്കടത്തിലായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങളെല്ലാം ആശങ്ക അറിയിച്ചു വരും. ഇവിടെ അതിന്റെ വരാത്ത കാര്യങ്ങളാണ് പലരും പറഞ്ഞത്. ഇവിടെ ആരോഗ്യവും ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ KSU തൊട്ട് യൂത്ത് കോൺഗ്രസ് തൊട്ട് പാർട്ടി ഫോറങ്ങളിൽ കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നവരാണ്. പ്രത്യേകിച്ചൊന്നും ആരും പഠിപ്പിച്ചൊന്നും തരാതെ നാട്ടിലെ കാര്യങ്ങളും നഗരസഭ കൗൺസിൽ ചടങ്ങുകൾ എന്താണെന്നും MOU എന്തുവാണെന്നൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ശിവദാസന്മാര് ഈ മോഹൻലാൽ ഈ കൗൺസിലേ ഇല്ലാത്തവരാണ്. MLA കാര്യം ഞങ്ങൾ പറയുന്നത് MLA കത്തിന്റെ അടിസ്ഥാനത്തില് കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്കെടുത്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട MLA ആണ് നിർദ്ദേശം വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യായ MLA ശ്രീമതി വീണാജോർജിന്റെ പേര് ഞങ്ങളിവിടെ ഉദ്ധരിക്കുന്നത്. എന്നാൽ ശ്രീ പി മോഹൻലാലിന്റെയും ശിവദാസന്മാരെയും ഒക്കെ പേരെടുത്ത് പറയാം. അവരെയൊക്കെ MLA ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ശ്രീ സുരേഷ് കുമാർ അടക്കം രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത, SFI എന്താണെന്ന് അറിയാത്ത, DYFI എന്താണെന്ന് അറിയാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും ഇല്ലാതിരുന്ന വീണാജോർജിനെ നിങ്ങൾക്ക് MLA ആക്കണമെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ കൂടി കടന്നു വന്ന ശ്രീ ശിവദാസന്മാരെയും പി മോഹൻലാലും സുരേഷ് കുമാറിനെയൊക്കെ MLA ആയിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നതിനകത്ത് എന്താ തെറ്റിയത്? നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള നല്ലൊരു CPM-കാരനെ ഇല്ലായിരുന്നപ്പോൾ ന്യൂസ് റീഡറായിരുന്ന കോൺഗ്രസ് സംസ്കാരമുള്ള ഒരാളെ പിടിച്ച് നിങ്ങൾ ആ സാഹചര്യം അനുസരിച്ച് സ്ഥാനാർത്ഥിയാക്കി MLA ആയിട്ട് ജയിപ്പിച്ചു. നമ്മൾ എപ്പോഴും അത് വിളഞ്ഞു കിട്ടണമെന്നില്ല. എല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരട്ടെ. നിങ്ങളെയൊക്കെ വിചാരം നിങ്ങൾ ഉയർത്തിയ പ്രകടന പത്രിക, ഒന്നാമത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ജില്ലാ സ്റ്റേഡിയത്തിന് ജനങ്ങൾ നൽകിയ പിന്തുണയാണ് ഈ സ്റ്റേഡിയം പെട്ടെന്ന് MOU കൂടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് എത്ര സീറ്റാ കിട്ടിയേ? 13 സീറ്റ്. UDF-ന് 13. തുല്യം. അതിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. നിങ്ങളുടെ കൂട്ടത്തിൽ CPI ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാകും. പക്ഷെ കോൺഗ്രസിന്റെ 13 പേരും കൈപ്പറ്റിച്ചെടുത്ത് ജയിച്ചവരാണ്. അപ്പൊ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർക്ക് ആധികാരികമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ അവസരമുണ്ട്. ഈ കാണുന്ന വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള UDF ഭരണസമിതിയുടെ ആൾക്കാരെ നിന്നിട്ടുള്ള ഞങ്ങൾക്ക് ഇതിനെ കൂടെ പ്രതിപാദിക്കുവാൻ സാഹചര്യമുണ്ട്. പത്തനംതിട്ട നഗരസഭയിലെ വോട്ടിംഗ് വരെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പില് UDF-ന് വിളിച്ച് 9669 വോട്ടാണ്. പത്തനംതിട്ട നഗരസഭാ പ്രദേശത്ത് 90,669 വോട്ടാണ്. LDF-ന് കിട്ടുന്നത് 30,018. 650 വോട്ട് UDF-ന് പത്തനംതിട്ട നഗരസഭയിൽ. നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭാ പ്രദേശത്ത് UDF-ന് 650 വോട്ട് കൂടുതലാണ്. കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥികൾ പിടിച്ചത് 1995 വോട്ടാണ്. ഈ റിബൽ സ്ഥാനാർത്ഥികൾ പിടിച്ച വോട്ടും നഗരസഭാ പ്രദേശത്ത് UDF-ന് കിട്ടിയ ലീഡും കൂടെ ചേർത്താൽ ഏകദേശം 2600 വോട്ട് UDF മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ജനപിന്തുണ കിട്ടിയത്? ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുവാൻ ഏത് പിന്തുണയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ ഒരു ആത്മപരിശോധന കൂടി നടത്തണം. കാരണം ഒരു ഭരണം കിട്ടിയപ്പോഴത്തേക്ക് ഇതിനു വേണ്ടിയാ ജനം പിന്തുണ കൊടുത്തതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒപ്പിടാൻ പോയാൽ ഇതൊക്കെ ഒരു ഹിതപരിശോധന കൂടെ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിടിച്ച വോട്ടുകൾ വേറെയാ. BJP പിടിച്ചിട്ടുണ്ട്, SDPI പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വോട്ടുകളെല്ലാം കൂടെ കൂട്ടിയാൽ LDF വളരെ പുറകിലാണ്. ഈ ഒരു നിങ്ങളെ അവതരിപ്പിച്ച നിങ്ങളുടെ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള പിന്തുണ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പഠിച്ചിട്ടില്ല എന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തെ കൗൺസിലർമാർ ഇപ്പോൾ വന്ന ബഹുമാനായ കൗൺസിലർ അഷ്റഫ് ഉൾപ്പെടെ പറഞ്ഞു. UDF കൗൺസിലർമാർക്കും ഇതുവരെ പഠിച്ചിട്ടില്ല. ഞങ്ങൾ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇത് പത്തനംതിട്ട നഗരസഭയ്ക്ക് നഷ്ടപ്പെടാൻ പോയ സ്റ്റേഡിയം ഏകനാഥ് സാറിന്റെ പേര് തിരിച്ചുകൊണ്ടിട്ടത് UDF-കാരുടെ നിരന്തരമായ ആവശ്യമുണ്ട്. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ MOU കഷ്ടി കിട്ടിയ MOU വന്നിരിക്കുന്നത് എന്താ? നിങ്ങളത് കാണിക്കാൻ തയ്യാറാവുന്നില്ല. ഏറ്റവും പുതുക്കിയ MOU മാത്രമേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. ഈ കേന്ദ്രത്തിന്റെ പേര് പ്രസന്റ് ജോർജ് ജില്ലാ സ്റ്റേഡിയം പത്തനംതിട്ട എന്നാകുന്നു. എന്തു പറഞ്ഞ് നിങ്ങൾ ഇറക്കിയ MOU ബഹുമാനിയായ MLA-യുടെ സാന്നിധ്യത്തിൽ ഇറക്കിയ ആ MOU-ൽ വന്ന ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ കേന്ദ്രത്തിന്റെ പേര് പ്രസന്റ് ജോർജ് എന്നാണ്.
അത് മാറ്റിയെടുത്തത് കോൺഗ്രസിന്റെയും UDF-ന്റെയും നിരന്തരമായ പരിശ്രമം കൊണ്ടാണ്. അവിടെയാണ് ഞങ്ങളുടെ വിജയം. ഒന്നാമത്തെ വിജയം അവിടെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തത വരുത്താൻ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ കൗൺസിൽ അംഗങ്ങൾക്ക് ഇതിൽ പ്രാതിനിധ്യം വേണം. ആ പ്രാതിനിധ്യം എന്ന് പറയുന്നത് UDF എന്നോ LDF എന്നോ ഇല്ല, നഗരസഭാ കൗൺസിൽ അംഗങ്ങളെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആരുമായിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല. അടുത്തത് പ്രധാനമായിട്ട് 9ാമത്തെ ക്ലോസ്, ഇത് സ്വകാര്യ സംവിധാനത്തിനല്ല, അർദ്ധ സർക്കാർ സ്ഥാപനത്തിന് വേണ്ടി വന്നാൽ കൊടുക്കുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഒരു നമ്മൾ പറഞ്ഞതല്ലേ. അത് യാസിൻകുട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച അവസാനിപ്പിക്കുന്നത്. ഇനി പാർലമെന്ററി പാർട്ടി ലീഡർ ഇവിടുന്ന് ഒരു പാർലമെന്ററി പാർട്ടി സെക്രട്ടറി മറുപടി പറയും. അങ്ങനെ മറുപടി പറയും. ഒരു വിഷയത്തിന്റെ എല്ലാ സമയത്തും ചെയർമാന് ഒന്നാമത്തെ കാര്യം കൗൺസിലെ സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഇടപെട്ടോ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ഒരേ ആളുകൾ ആവർത്തിച്ച് പറയുന്നതിനാണ് കൗൺസിലറിന്റെ അവകാശങ്ങൾ സംസാരിക്കുമ്പോൾ ചെയർമാൻ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്നതായിട്ട് എല്ലാവർക്കും ആർക്കും ഒരു ബോധ്യമില്ല. യാസിൻകുട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഉറച്ചു നിൽക്കുവാണല്ലോ. എനിക്ക് മനസ്സിലായോ? മനസ്സിലായി. വോട്ടിന്റെ ബാക്കിയൊന്നും അല്ല ഇവിടെ പറയുന്നേ. വോട്ടിന്റെ പെർസെന്റേജ് ഒന്നും അല്ല പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചോളൂ. 4 പോയിന്റ് ആവർത്തിച്ച് പറയുന്നതിനാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ. പുതുക്കിയ MOU പറയുന്നത് മൂന്നാമത്തെ തവണ 4ാമത്തെ ശ്രദ്ധിക്കണം. The name of the center will be KK Nair Sports Complex, including the present stadium. ഇൻഡോർ സ്റ്റേഡിയം നിങ്ങൾ ഇൻഡോർ സ്റ്റേഡിയം വെക്കുന്നത് എവിടെ? അങ്ങനെ നമുക്ക് തുടർന്നു പോകാൻ കഴിയില്ല. ഈ കൗൺസിൽ നടപടികളുടെ പ്രാരംഭമാണ്. ഈ പ്രാരംഭത്തിൽ ഇങ്ങനെ 2-3 പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ ഒരു പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് എന്ന് പറയുന്നത് 4 തവണ സംസാരിച്ചു കഴിഞ്ഞു. അല്ല പറയട്ടെ അതിനകത്ത് അല്ലല്ല അത് പരമാവധി അക്കോമഡേഷൻ മാത്രമല്ല ഇവിടെ പിന്നെ എല്ലാവരും സംസാരിക്കാൻ ഞാൻ ഏതെങ്കിലും ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും അപവാദങ്ങളും എല്ലാം പറഞ്ഞു. ആരും ആയിക്കോട്ടെ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവിടെ ഒന്നും ഞാൻ ഇടപെട്ടില്ല. ഈ കൗൺസിൽ നടപടികൾ അനിശ്ചിതമായി വലിച്ചു നീട്ടാനാണ് ഉദ്ദേശിച്ചത്. എനിക്കിനി മറുപടി പറയട്ടെ. ആ മറുപടി പറഞ്ഞ ശേഷം ജനാധിപത്യ പ്രക്രിയയിലൂടെ തീരുമാനിച്ചോളുക. ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. പത്തനംതിട്ട നഗരത്തിന്റെ വികസനത്തിന്റെ അവസാനത്തെ ബസ് പോവുകയാണ്. അതിനകത്ത് കയറണോ കയറണ്ടോ തീരുമാനിക്കുന്നതാണെന്ന് അതിനെ കുറിച്ച് തീരുമാനിക്കുക. അല്ല, ശ്രീ എ സുരേഷ് കുമാർ
ക്ലാരിഫിക്കേഷൻ പറയട്ടെ. എനിക്കൊരു അസ്വസ്ഥതയുമില്ല. ചർച്ചയ്ക്ക് പിന്നെ പ്രതിചർച്ച, മറുപടിക്ക് മറുപടി. ഇങ്ങനെ കൗൺസിൽ യോഗം നടത്താൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കൗൺസിൽ യോഗ നടപടിക്രമ ചട്ടങ്ങളിൽ അങ്ങനെ ഇല്ല. വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എല്ലാവരും സംസാരിക്കണം. ജനാധിപത്യപരമായ അവകാശമുള്ളവരാണ്. 32 പേരും ആളുകൾ വോട്ട് വാങ്ങിച്ചു വന്നവരാണ്. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണം. രണ്ട് കാര്യങ്ങളാണ് ചെയർമാൻ മുമ്പിലുള്ളത്. ഒന്ന്, വോട്ടെടുപ്പിലൂടെ ഇത് എന്തിനാണ് എഴുതാപ്പുറം വായിക്കാൻ പോകുന്നത്? ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ പറയട്ടെ. ഈ പറഞ്ഞതുപോലെ ഇത് കൊടുക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ തീരുമാനിക്കുക. ഇതൊക്കെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? ഞാൻ പറയട്ടെ. നിങ്ങളിവിടെ ആശങ്ക ഉയർത്തി. ആ ആശങ്കയെ സംബന്ധിച്ചിടത്തോളം ക്ലാരിഫിക്കേഷൻ. ഇവിടെ പുതിയ നിരവധി കൗൺസിലർമാരുണ്ട്. ഇവിടെ നിന്ന് പറയുന്നത് പോലും കേൾക്കാൻ കഴിയാതെ കുറെ ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് ക്ലാരിഫിക്കേഷൻ എന്നുള്ളത് അവർ ബോധ്യപ്പെടണ്ടേ? ഇതിനകത്ത് ഈ ഉയർത്തിവിട്ടിരിക്കുന്ന പുകമറ, ജീവത്സ്യം തന്ത്രം, ഇതെനിക്ക് ക്ലാരിഫൈ ചെയ്യണ്ടേ? ക്ലാരിഫൈ ചെയ്ത ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാൻ ക്ലാരിഫൈ ചെയ്യണ്ടേ? എനിക്ക് അതിന് അവസരം വേണ്ടേ? ക്ലാരിഫൈ ചെയ്യണ്ടേ? ഇതെന്തായാലും നിങ്ങളുടെ ഒരു ഉദ്ദേശമുണ്ട്. അങ്ങോട്ട് പരാതി പറഞ്ഞേനെ. നിങ്ങൾ അന്വേഷിക്കുന്ന ആളെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാ കൗൺസിൽ ഞാൻ പറയാം. ശ്രീ ഷെറീഫ് അവിടെ നിന്നിരിക്കെ ഞാൻ ചോദിക്കട്ടെ, എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും സംസാരിക്കാനുള്ള അവസരം ചെയറിൽ നിന്നുള്ള യാതൊരു തരത്തിലുള്ള ഇന്ററപ്ഷനും ഇല്ലാതെ നൽകി. ഇനിയും ആർക്കെങ്കിലും പുതുതായി സംസാരിക്കാനുണ്ടോ? അവർക്ക് സംസാരിക്കാം. 5-6 തവണ സംസാരിച്ചു പോയാൽ നമ്മുടെ കൗൺസിൽ നടപടിക്രമങ്ങൾ പോയില്ല. ചെയർമാന്റെ ക്ലാരിഫിക്കേഷന് ശേഷം മറുപടി ക്ലാരിഫിക്കേഷനും അനുവദിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ആശങ്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞു. ആ ആശങ്ക ദൂരീകരിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ആ മറുപടി കേൾക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും സമയം തന്നു. ഒരാളുടെയും സമയം എടുത്തില്ല. ഇനിയും സംസാരിക്കണോ? അവസരം വേണമെങ്കിൽ ടൈം വെച്ച് തരാം. ശ്രീ എ സുരേഷ് കുമാർ സംസാരിക്കണോ? സംസാരിക്കുക. യാസിൻ കുട്ടിക്ക് സംസാരിക്കുന്ന അതിലെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് പോയി നമുക്ക് പോകാൻ കഴിയില്ല. അതേ പറഞ്ഞു. ഇത് രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ? ഒരു പ്രമേയത്തിന്മേൽ എത്ര ചർച്ച? 6 മണിക്കൂർ. ഞങ്ങൾ പറയുന്ന ആശങ്കകൾ, ആ ആശങ്കകൾ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിയുമോ? അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആ ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയുന്നില്ല. ആ ആശങ്കകൾ നിങ്ങളുടെ അജണ്ട ഞങ്ങൾക്കറിയാം. ഇത് പാസ്സാക്കാനുള്ള അജണ്ടയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. പണ്ടൊരു മജിസ്ട്രേറ്റ് പറഞ്ഞു, വക്കീൽ എന്തോ വേണമെങ്കിലും പറഞ്ഞു, ഞാനൊന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഞാനിവിടെ എന്തോ പറഞ്ഞാലും നമ്മളൊന്ന് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി പറയുന്നത്. നഗരസഭയുടെ മുൻ ചെയർമാൻ എന്ന നിലയ്ക്ക് എ സുരേഷ്കുമാറിനുള്ള ആശങ്ക അദ്ദേഹം ആശങ്കയല്ല. വർഷങ്ങളായിട്ട് ആശങ്കയുണ്ട്. കാരണം അദ്ദേഹം ചെയ്തെടുത്തിട്ടുള്ള പ്രവർത്തികൾ ഈ നാടിന് ഒന്ന് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരാളാണ്. ഇതിന്റെ ഒരു ഉദാഹരണം മാത്രം പറയും. ഈ നഗരസഭയുടെ 2010-15 കാലയളവിൽ നമ്മുടെ നഗരസഭാ ചെയർമാനും മുൻ സെക്രട്ടറിയും ഇപ്പോൾ ഈ കൗൺസിൽ ഇരിക്കുന്ന ശ്രീമതി ആനി സജീവ്, നഗരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാം കൂടെ എറണാകുളം തൊട്ട് വലിയ ഓട്ടയാട്ടം നടത്തിയൊരു വലിയ പ്രോജക്ട് ആഘോഷിച്ച് മണ്ഡലമുഴി അലിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രോജക്ട് ഒപ്പിട്ടു. എന്താ പറയുക, നഗരസഭയുടെ ഒരു പുതിയ ഓഫീസ് സമുച്ചയം പണിയാൻ 12 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് ജനങ്ങളെ പറ്റിച്ച ആളാ.
അദ്ദേഹത്തിന് ഈ ആശങ്കകളെല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ആശങ്കയാണിതല്ല, അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തികളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവും. ഇതുപോലെ ആകത്തില്ല. നഗരസഭയുടെ ചെയർമാൻ ഒത്തുനിന്നു, ഈ നാട് ആറന്മുള MLA ഒത്തുനിന്നു. ഈ പദ്ധതി നടപ്പിലാക്കാനാണ് കേരളത്തിന്റെ 14 ജില്ലകളിൽ നടപ്പിലാക്കി. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റി MOU ഒപ്പിട്ടുകൊണ്ട് അവിടത്തെ ഇതിന്റെ അനുവാദം കൊടുത്തു. ഇത് നിങ്ങൾക്ക് എന്താ ആശങ്ക? ഈ ആശങ്കയാണ് ഇവിടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ ജോസഫ് നേരത്തെ പറഞ്ഞത്. ഇവിടെ MLA കുപ്പായം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ വികസന പദ്ധതി ഈ നാട്ടിൽ വന്നാൽ ജനങ്ങളെല്ലാം LDF-ൽ നിൽക്കുമെന്നുള്ള ആശങ്കയുടെ ഭാഗമാണിത്. ഈ നാട്ടിലെ വികസനം വരുന്നത് എന്നുള്ള ഈ നമ്മള് നഗരസഭയുടെ മുൻ ചെയർമാൻ പറഞ്ഞത് പല്ലും നഖവും ഉപയോഗിച്ചിട്ട് പുള്ളി ആക്രമിക്കുന്നു. ഈ പല്ലും നഖവും എന്തിനാ? ഈ ഡ്രാക്കുവൊക്കെയാണ് പല്ലും നഖവും. മനസ്സിലായില്ലേ? ഈ രക്തം കുടിക്കുന്ന ഡ്രാക്കുവ പല്ലും നഖവും വെച്ച് ആക്രമിക്കുന്ന പറയുന്നത്. അപ്പം ഇതാണ് മനസ്സിലിരിപ്പ്. ഈ നാടിന്റെ വികസനം അട്ടിമറിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പം ഈ കാലാകാലങ്ങളായി UDF-ന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം ഒരു സുപ്രഭാതത്തിൽ ഒരു വികസനം 10 വർഷമായി ഒരു വികസനം നടപ്പിലാക്കാതെ ജനങ്ങളെ വികസനത്തിൽ നിന്ന് പുറകോട്ടതിന്റെ ഭാഗമായിട്ടാണ് ശ്രീമതി വീണ ജോർജിനെ ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചത്. അത് തന്നെ തുടരും. തുടരുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ മുൻകൈ എടുക്കുന്നത്. ഇതിന് വിളവുകൊണ്ട് എന്താ കാര്യം? എനിക്ക് സംശയം ഈ കൗൺസിലിലെ ഏതെങ്കിലും കൗൺസിലർ പശു വളർത്തുന്നുണ്ടോ സംശയം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം പശുവിന് തീറ്റ കൊടുക്കണമല്ലോ. അപ്പൊ ഒരു രാവിലെ അയച്ചു പശുവിനെ ഏതാ ആ പശു വളർത്തൽ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഇവിടെ നമുക്കറിയാം, ഇവിടെ നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർമാനായിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ കൗൺസിലറിന്റെ പശുവിനെ കെട്ടി ഫൈനാൻസിട്ടതാണ്. ഏതാ അപ്പൊ പശുവിനെ വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സ്റ്റേഡിയവുമായി ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഇവിടുത്തെ കായിക താരങ്ങൾ വളർന്നുകൊണ്ട് ഈ നാടിന് വികസനം വരാറുണ്ട്. ഇവിടെ വലിയ വലിയ അന്താരാഷ്ട്ര മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ആ മീറ്റിന്റെ ഭാഗമായി ഈ നഗരത്തിൽ വികസനം വരേണ്ടതായിട്ടുണ്ട്. നഗരം 7 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഒരു നഗരമാണ് പത്തനംതിട്ട നഗരം. നിങ്ങൾ വലിയ കോലക്കാലം വർത്താനം പറഞ്ഞല്ലോ. വർഷങ്ങളായി കോൺഗ്രസുകാർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. ഈ നാട്ടിൽ 7 മണി കഴിഞ്ഞാൽ ഒരു തെരുവിളക്ക് പോലില്ലാത്ത നാടായി മാറി. ഇന്നത്തെ ആദ്യത്തെ 0 ഓവറിൽ ശ്രീ ജാസിക്കുട്ടി പറഞ്ഞത് കേട്ടോ, ഇവിടെ തെരുവിളക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ എത്തുന്നത് UDF അല്ല LDF വെച്ചെന്ന ധാരണ. അപ്പൊ ഇത്ര വിവരക്കേടാണ് ഇന്നലിരിക്കുന്നത്. പന്നി ഇറങ്ങിയ കാര്യം പറയുക. അടുത്തത് ഈ ഒരു മര്യാദ ഏത് കൗൺസിലറെയും ഒരു തവണ പോലും സംസാരിക്കാത്ത ഒരു കൗൺസിലർക്ക് പറയാൻ അവസരം കൊടുക്കണം. എന്തിനാ കൊള്ളുന്നേ? ഇത് ചർച്ചയിൽ പങ്കെടുത്ത ആചാര്യാണ് സംസാരിക്കുന്നത്. ചർച്ചയിൽ നിങ്ങളെല്ലാം പിന്നെ ഓരോ കൗൺസിലർക്കും എനിക്കറിയാൻ വേണ്ടി സാബു ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. സാബു രണ്ടാമത് സംസാരിക്കുന്നില്ല. സാബു സംസാരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ ആരും എതിർത്തില്ല. കാരണം അത് ഞങ്ങളുടെ ഒരു മര്യാദ ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ പറഞ്ഞ അനാവശ്യ കാര്യങ്ങളായിട്ട് പോലും ഞങ്ങൾ എതിർക്കാനില്ല. കാരണം നിങ്ങൾക്ക് കിട്ടിയ അവകാശം നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ എനിക്ക് കിട്ടിയ അവകാശത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ആരും ഒരു ഔദാര്യം വേണ്ട. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും. അങ്ങനെ ശീലിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ഇവിടെ പുതുതായി വന്ന ഏതെങ്കിലും ഒരു കൗൺസിലറാണ് ഈ ആശങ്ക പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുഴപ്പമില്ല. വർഷങ്ങളായിരിക്കുന്ന ജാസിക്കുട്ടിയെ ആശങ്ക പറഞ്ഞ കയ്യിൽ മറുപടി പറയണ്ടേ? പിന്നെ നേരത്തെ കൗൺസിലറായിരുന്ന സ്ത്രീക്ക് അതിനാണ് പറയുന്നത്. പതി ഇറങ്ങിയ കാര്യം പറയുന്നത് ഈ കൗൺസിലിന്റെ കണിമൂന്ന് വീടാണിത്. ഈ കൗൺസിൽ തുടങ്ങിയതേ ഉള്ളൂ. ഈ കൗൺസിലിന്റെ കണിമൂന്ന് വീട്ടിൽ വന്നിട്ട് പറയുന്ന ആശങ്കകൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. ഈ അജണ്ട നാടിന് ഗുണകരമാവുന്നതിന്റെയാണ്. ഇത് കായിക താരങ്ങളെ മാത്രമല്ല, ഈ പത്തനംതിട്ട നഗരത്തിന്റെ വികസനമാണിത്. ഇതിൽ കൂടെ വരുന്ന അന്താരാഷ്ട്ര മീറ്റുകളിൽ ഈ നാടിനുണ്ടാകുന്ന വികസനം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ UDF-ന്റെ കൗൺസിലർമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് എത്തിക്കരുത്. നിങ്ങളെങ്ങനെ പതിനും നഗരം ഉയർത്തുന്നത് ഇവിടെ അല്ല. ഏതെല്ലാം കാര്യങ്ങളുണ്ട്. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളെന്താ ഈ നാട്ടുകളുടെ പതിനും നഗരവുമായിട്ട് വരുന്നത്? അപ്പൊ അതുകൊണ്ട്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ട്രഷറി ബെഞ്ചിൽ നിന്നും മാറി പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നിങ്ങൾ മാറി. ഇപ്പൊ നിങ്ങളുടെ ബഹുമാനപ്പെട്ട ജാസിക്കുട്ടി ഇവിടെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ മുൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഒരു കണക്ക് പറയുമായിരുന്നു, പെട്രോളിന്റെ വില കൂടുന്നത് ഇതിന്റെ ശാസ്ത്രം കണ്ടുപിടിച്ചല്ലോ. അതുപോലെയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ കണക്കിന്റെ ഇത് കൊണ്ടുവന്നത്. ഞങ്ങൾ പറയാനാണ്, ഒത്തിരി പറയാനുണ്ട്. ബിജെപിയുടെ വോട്ടൊക്കെ എങ്ങോട്ടാ പോയത്? രണ്ടാം സ്ഥാനത്ത് നിന്ന ബിജെപിയുടെ വോട്ടൊക്കെ ഇപ്പൊ എവിടെ പോയി? കണക്ക് പറയുന്നു. അപ്പൊ നിങ്ങൾക്കെതിരാണ് ജനങ്ങള്. അതുകൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങളുടെ കഥയിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇവിടെ എന്താണ് ചെയ്തെന്നാ പറയുന്നത്. ഞങ്ങൾ അതിന് എതിരല്ല. ഇന്റർനാഷണൽ കോൺഗ്രസ് ആണെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഈ വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലും ഈ നാട്ടിൽ വികസനത്തിന് ഞങ്ങൾ ആരും ചിന്തിക്കത്തില്ല. വികസനത്തിന് ഈ കള്ളത്തരം കാണിക്കുന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ പിന്തുണയോടൊപ്പം കൂടി എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് 1-2 പേര്, അതായത് കുപ്പായം തയ്ച്ചിരിക്കുന്ന 1-2 പേർ ഒഴിച്ച് ബാക്കി ആർക്കും ഈ ആശങ്കയില്ല. കുപ്പായം തയ്ച്ചവർക്ക് മാത്രമേ ഉള്ള ആശങ്ക. ബാക്കി എനിക്ക് തോന്നിപ്പിടിക്കുന്ന ബഹുഭൂരിപക്ഷം യുഡിഎഫിന്റെ കൗൺസിലർമാർക്കും ഈ നാട്ടിൽ വികസനം നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ കള്ളത്തരം പിന്നെ നമ്മളിവിടെ ആദ്യം പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ എൻ സുരേഷ്കുമാറാണ്. ആ പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പുറത്ത് വേറെ ഏതോ ഒരു പ്രേതം കയറി ഇരിക്കുന്നുള്ളത്. ആ പ്രേതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ന പോയിന്റ് ഓഫ് ഓർഡർ തൊട്ട് ആ പ്രേതത്തിന്റെ കഥയിൽ ഞങ്ങളെ പറയുന്നത്. അപ്പൊ ആ പ്രേതം കൂടിയിട്ടുണ്ട്. ആ പ്രേതം കൂടിയത് കൊണ്ടാണ് ഈ നാടിന്റെ വികസനത്തെ അദ്ദേഹം എതിർക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയ സഹപ്രവർത്തകരായ യുഡിഎഫ് പിന്നെ കൗൺസിലർമാരോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ MC ഷെറീഫിന് മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറയണല്ലോ, അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ MC ഷെറീഫിന് എന്താ പറ്റും? സാധാരണഗതിക്ക് MC ഷെറീഫ് പ്രതീക്ഷിച്ചത് ചെയർമാൻ കാൻഡിഡേറ്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അദ്ദേഹം തോറ്റാലും അദ്ദേഹമായിരിക്കും പ്രതിപക്ഷ നേതാവായി വരിക എന്നാണ്. അത് സ്വാഭാവികം. അങ്ങനല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പാപത്തിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തില്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് നിങ്ങൾ പോകരുത്. എനിക്ക് പറയാനുള്ളതാണ്, ഈ സുരേഷ് ബഹുമാനപ്പെട്ട മുൻ ചെയർമാനെ വിശ്വസിച്ച് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാണ്, അദ്ദേഹത്തെ വിശ്വസിച്ച് നിങ്ങൾ എടുത്ത് കാണുന്നത് പാവം പിടിച്ച പിന്നെ MC ഷെറീഫിന് പറ്റിയ അവസ്ഥയാവും. ഞാൻ ഞാൻ ഒരു കടത്തലാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു പോട്ടെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്തിൽ നിലകൾ കൊടുക്കേണ്ടി അതും കൊടുക്കില്ല, പ്രതിപക്ഷ നേതാവാക്കില്ല. ഇപ്പൊ എനിക്കൊരു സംശയമുള്ളത്, അദ്ദേഹത്തിന്റെ മുൻ ചെയർമാന്റെ തത്വശുദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചെയ്യുന്നത് ഈ മുട്ടനാടിനെ കൊണ്ട് കൂട്ടിയിടിപ്പിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട് പുള്ളി പ്രതിപക്ഷ നേതാവാൻ നോക്കിയതാണ്. അതും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് MLA കുപ്പായൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനത്തിനൊപ്പം ഞങ്ങളോടൊപ്പം ഈ ഭരണസമിതി LDF UDF പ്രതിപക്ഷം ഭരണപക്ഷമൊന്നുമില്ല. നഗരസഭയുടെ മുനിസിപ്പൽ ആക്ട് പ്രകാരം നമ്മളെല്ലാം ഒന്ന് തന്നെ. നഗരസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷം വന്നിട്ടെങ്കിൽ ചുമ്മാ പേരിന് വേണ്ടി പറയുന്ന സാധനമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷം ഒന്നും പേരിന് പറയുള്ളൂ. ലോക്കൽ ബോഡിയിലെ 32 പേര് ഒന്നാണ്, ഒരു ഭരണസമിതിയാണ്. നമ്മളെല്ലാം കൂടെ ഐക്യങ്ങളായ തീരുമാനമെടുക്കുന്നത് ഈ നാടിന്റെ വികസനത്തിന്. ഇത് മാത്രമല്ല, രണ്ടാമത്തെ അതിന്റെ വെക്കുന്നത് ഇതേപോലെ തന്നെയുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട UDF കൗൺസിലർമാരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് പുതിയ കൗൺസിലർമാരൊക്കെ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നിങ്ങളുടെ യൂണിറ്റാണ് MC ഷെറീഫിന് മറ്റുള്ള അവസ്ഥകൾ പറ്റും. അതുകൊണ്ട് നാടിന്റെ വികസനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെയർമാനോട് എനിക്ക് പറയാനുള്ളത്, ഈ MOU ഒപ്പിടണം. ഈ നാടിന് ഗുണകരമാകുന്ന പദ്ധതിയാണിത്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന പദ്ധതിയാണ്. ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ വർദ്ധിക്കുന്ന ഈ പദ്ധതിക്ക് ഈ നഗരസഭ ഐക്യനെ ഒപ്പിടുന്ന വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ MOU ഒപ്പിടുന്ന ഈ പ്രോഗ്രാമിൽ എന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് തരുന്നത്. പേര് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ക്ലാരിഫൈ സ്വപ്ന പദ്ധതിയായിട്ടാണ് ഈ സ്വപ്ന സുരേഷും ശിവശങ്കർ അടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഈ പദ്ധതിയുടെ പുറകിൽ ആരോ അടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ചെയർമാൻ അത് സൂക്ഷിക്കണം. അതിന് നിന്ന് കൊടുക്കുന്നില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതിന്റെ പുറകെ മറ്റു ശക്തികൾ ഇതിന്റെ പുറകെ അടിച്ചോണ്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ്. സാധുവിനെ സംസാരിക്കുമ്പോൾ മറുപടി കാര്യമില്ല. ചെയർമാനോട് സംസാരിക്കുക, ചെയർമാൻ പറയുന്ന കാര്യത്തിൽ ഡോക്ടർമാർ സംസാരിക്കുന്ന മറുപടി ഒരാളല്ല. ഇത് വെറുതെ എന്തൊക്കെയോ വിളിച്ചു പറയാം. നഗരസഭാ കൗൺസിൽ ഒരു അജണ്ട വെച്ചു.
ഞങ്ങൾ ആ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ആ അജണ്ടയിൽ നിന്നല്ലാതെ അത് വീണ്ടും പറയുമ്പോൾ അല്ലല്ല, ആ അജണ്ടയിൽ നിന്നല്ലാതെ പണ്ട് അഡ്വക്കേറ്റ് സത്യവ്രത ഇരുന്നപ്പോൾ ഇന്ന് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ജെറീമിനെ ഞങ്ങളുടെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാർട്ടിയിൽ LDF-ലെ എടുക്കുന്ന തീരുമാനങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ യാതൊരു വിധമായ വിഷയമില്ല. അങ്ങനെ വിഷയം ഉണ്ട് എന്ന് പല ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ മതി. അങ്ങനെ ഒരു ധാരണ, ഒരു വിഷയമില്ല. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് അതാത് സമയങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് എടുത്ത തീരുമാനങ്ങളിൽ വ്യത്യാസമുണ്ടോ? ആ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയണം. പക്ഷെ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തൊന്നും ഒരു വ്യത്യാസം ഉള്ളതായിട്ട് പറഞ്ഞില്ല. ചെയർമാനോട് ആശങ്ക ചോദിക്കുമ്പോൾ ചെയർമാൻ പറയുന്നത് അത് അവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമില്ല, ഏത് പ്രശ്നമില്ല അത് പറഞ്ഞില്ല. അത് ക്ലാരിഫൈ ചെയ്യുമല്ലോ. ആ ക്ലാരിഫൈ ചെയ്യുമ്പോൾ ഞങ്ങൾ നിലപാട് പറയും. ഒരു കാര്യം ഞാൻ പറയാം, എന്ന് പറയുന്ന ചെയർമാന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ തീരുമാനം നിങ്ങൾ ഒപ്പിട്ടുകൊണ്ട് പോകുന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത ഏടായിട്ട് മാറും. ഇപ്പോ ഈ MLA-യും മറ്റുള്ള ആളുകളെയും ഒക്കെ പറയുന്ന രംഗങ്ങൾ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ, ഇവിടെയുള്ള സാധുക്കളായ ജനങ്ങൾ, ഞങ്ങൾ വോട്ടിന്റെ രണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ജനം എന്താണ് ആഗ്രഹിക്കുന്നത്? അത് കുറച്ച് സൈബറിൽ കൂടി വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് ആസ്തി നഷ്ടപ്പെടരുത്, സ്റ്റേഡിയം നഷ്ടപ്പെട്ടു പോകരുത്, അതന്നെ. അപ്പൊ അതിനനുസൃതമായ തീരുമാനം താങ്കൾ എടുക്കുവാൻ അല്ലെങ്കിൽ താങ്കൾ അതിനുള്ള നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാകണം എന്നാണ് ഒരിക്കൽ കൂടി നമുക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും ചർച്ച കഴിഞ്ഞിട്ടുണ്ടാവും. കേൾക്കാമോ? ബാക്കിൽ വരും എന്നാണ് ഞാൻ കരുതുന്നത്. ചർച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. വളരെ സന്തോഷമുണ്ട്. ഏറ്റവും അധികം പൊതുജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധാരണാജനകമായി പ്രചരിച്ചിരുന്ന ഒരു വാർത്ത നഗരസഭയ്ക്ക് എന്നേക്കുമായി ഈ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുത്തുന്നതായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോഷൻ നായർ ആ ആശങ്ക അവസാനിപ്പിക്കുന്ന നിലയിൽ സംസാരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. MOU-വിന്റെ ഒരു പുതിയ ഭാഗമായിട്ടാണെങ്കിലും അതൊരു ക്ലാരിഫിക്കേറ്ററി നോട്ടായിട്ട് മാത്രമാണ് വീണ്ടും ചേർത്തത്. പത്തനംതിട്ട നഗരസഭയുടെ ഉടമസ്ഥത പൂർണ്ണമായും നഗരസഭയ്ക്ക് തന്നെ ആയിരിക്കും ഈ സ്റ്റേഡിയത്തിൻ്റെത് എന്ന് ക്ലാരിഫൈ ചെയ്യുന്ന അണ്ടർടേക്കിംഗ് കൂടി ഇതിനോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ മുൻപ് തന്നെ ഇക്കാര്യം MOU-വിൽ ആദ്യത്തെ MOU-വിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേറ്ററി നോട്ട് എന്നുള്ള നിലയിൽ വന്നത്. അത് മൂന്നാമത്തെ ക്ലോസിൽ ആദ്യത്തെ MOU-വിൽ തന്നെ അത് വ്യക്തമാക്കുന്നു. ദി സെക്കൻഡ് പാർട്ടി ഷാൽ ഹാൻഡ് ഓവർ ദി ലാൻഡ് ആൻഡ് അക്കോർഡ്, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട വാക്ക്, പെർമിസീവ് സാങ്ഷൻ ടു ദി ഫസ്റ്റ് പാർട്ടി ഫോർ ദി കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ഫെസിലിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദി ഫസ്റ്റ് പാർട്ടി. ആദ്യത്തെ MOU-വിൽ തന്നെ ഉള്ള ക്ലോസ് 3-ൽ എന്ത് സാങ്ഷനാണ് അക്കോർഡ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി പറയും. ഒൺലി പെർമിസീവ് സാങ്ഷൻ. പെർമിസീവ് സാങ്ഷൻ കൊടുക്കാൻ ഒക്കുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. അത് ഒരു ഉടമസ്ഥനാണ്. എൻ്റെ വീട്ടിൽ ഒരാൾക്ക് 10 ദിവസത്തേക്ക് താമസിക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന സാങ്ഷന്റെ പേരാണ് പെർമിസീവ് സാങ്ഷൻ. എൻ്റെ കെട്ടിടത്തിൽ 1 മാസത്തേക്ക് ഒരാൾക്ക് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അതിന് നൽകുന്ന സാങ്ഷന്റെ പേരാണ് പെർമിസീവ് സാങ്ഷൻ. ഇന്ന് രാവിലെ പത്തനംതിട്ട നഗരസഭയിലേക്ക്
ഒരു ടൂർണമെന്റ് നടത്തണം എന്നാവശ്യപ്പെട്ടു വരുന്ന ഒരു ടീമിന് പത്തനംതിട്ട നഗരസഭ നൽകുന്ന സാങ്ഷന്റെ പേരാണ് പെർമിസീവ് സാങ്ഷൻ. പെർമിസീവ് സാങ്ഷൻ നൽകാൻ കഴിയുന്നത് ഒരു ഉടമസ്ഥന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ ക്ലോസിൽ തന്നെ ഇതിനകം പെർമിസീവ് സാങ്ഷൻ ആണ് അക്കോർഡ് ചെയ്യുന്നത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ദി സെക്കൻഡ് പാർട്ടി ഷാൽ ഹാൻഡ് ഓവർ ദി ലാൻഡ് ആൻഡ് അക്കോർഡ് പെർമിസീവ് സാങ്ഷൻ. എന്തിനു വേണ്ടി? ഫോർ ദി കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ഫെസിലിറ്റീസ്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനും അതിന്റെ നടത്തിപ്പിനുമായി പെർമിസീവ് സാങ്ഷൻ മാത്രമാണ് ഈ ഉടമസ്ഥനായ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നതെന്നാണ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ഈ ആശങ്ക ഉയർന്ന ഘട്ടത്തിൽ മാത്രമാണ് ഒരു അണ്ടർടേക്കിംഗ് കൂടി MOUവിന്റെ ഭാഗമായി വീണ്ടും എഴുതി ചേർത്തത്. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറഞ്ഞു നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം എഴുതി ചേർത്തത്. 14 ജില്ലകൾക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു MOU ആണ്. ഇവിടെ ശ്രീമതി സിന്ധു അനിൽ സൂചിപ്പിച്ചു, ചെങ്ങന്നൂരിലെ ആളുകളെല്ലാം കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഞാനങ്ങനെ കേട്ടില്ല. വലിയ ആഘോഷത്തിലാണ് അവരുടെ സ്റ്റേഡിയം നിർമ്മിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. പത്തനംതിട്ടയുടേതിന് സമാനമായിരുന്നു ചെങ്ങന്നൂർ നഗരസഭയുടെ സാഹചര്യം. ചെങ്ങന്നൂരിലെ MLA സജി ചെറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ്. അവിടുത്തെ ചെയർമാനും കൗൺസിലും ബഹുഭൂരിപക്ഷത്തോടെ UDF-ന്റേതാണ്. അവർ രണ്ടുപേരും കൈകോർത്തു കിഫ്ബിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ആലപ്പുഴ ജില്ലയ്ക്ക് നൽകിയ സ്റ്റേഡിയം ചെങ്ങന്നൂരിൽ മനോഹരമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഒരാൾക്കും ഒരാശങ്കയുമില്ല. ആ സ്റ്റേഡിയം പൂർണ്ണമായും നമുക്ക് നൽകിയ MOUവിന്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെ ഒപ്പിട്ട് ആ നഗരസഭയിലും UDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA കൈകോർക്കുന്ന വികസന കാഴ്ചപ്പാടാണ് കണ്ടത്. അതുകൊണ്ട് ആ പറയുന്ന ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. യാതൊരു അടിസ്ഥാനവുമുള്ള വാദമുഖമല്ല ഉന്നയിക്കപ്പെട്ടത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി ഉയർന്നത് 9ാമത്തെ ക്ലോസ് ആണ്. അതിൽ പുതിയതായി വന്ന ചില കൗൺസിലർമാരുടെയും ശ്രീ ഷമീർ അടക്കമുള്ളവരുടെയും ആശങ്കയെ തീർച്ചയായും അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ കാണുകയാണ്. അതോടൊപ്പം തന്നെ 13ാം വാർഡ് കൗൺസിലറുടെ ആശങ്കയും അതിന്റെ അർത്ഥത്തിൽ കാണുകയാണ്. കാരണം ഇവർ രണ്ടുപേരും ഈ കൗൺസിലിന്റെ ഭാഗമായി എന്നെ പോലെയും ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത പലരെ പോലെയും ആ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരുന്നവരല്ല. എന്താണ് 9ാമത്തെ ക്ലോസ്? 9ാമത്തെ ക്ലോസ് ഒന്ന് കൃത്യമായി വായിക്കണം. ദി ഫസ്റ്റ് പാർട്ടി ഷാൽ if needed delegate the responsibility of operation to any official government, quasi-government organizations with the prior approval from the government. ഇത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ A. സുരേഷ് കുമാർ പറഞ്ഞ പോലെ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത്. സൊസൈറ്റി ക്വാസി ജുഡീഷ്യൽ ബോഡി അല്ല, അല്ലെങ്കിൽ ക്വാസി ഗവൺമെന്റ് ബോഡി അല്ല. ക്വാസി ബോഡി എന്ന് പറഞ്ഞാൽ സർക്കാരിന് സമാനമായി സർക്കാർ ഉണ്ടാക്കുന്ന ഒരു എൻറ്റിറ്റിയെയാണ് ക്വാസി ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ക്വാസി ഗവൺമെന്റിനോ സ്പോർട്സ് കൗൺസിൽ പോലെയുള്ള ഒരു സംവിധാനത്തിനോ ഇതിന്റെ നടത്തിപ്പ് ചുമതല മാത്രമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഓപ്പറേഷൻ ഓഫ് ദി ഫെസിലിറ്റി, നോട്ട് ദി ഓണർഷിപ്പ്. ഓണർഷിപ്പ് അല്ല കൈമാറുന്നത്. ഏതെങ്കിലും കാരണവശാൽ ആവശ്യമായി വന്നാൽ ഇഫ് നീഡഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളത്തിൽ വരുത്തിയിരിക്കുന്ന തർജ്ജിമ ഇംഗ്ലീഷിന്റെ അർത്ഥത്തെയോ അതിന്റെ ഉദ്ദേശശുദ്ധിയോ പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല. ഈ പറയുന്ന മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കണ്ടാൽ ഞാൻ ഇതിനകത്ത് ഒപ്പിടില്ല. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കണ്ടാൽ ആരും ഇതിൽ ഒപ്പിടില്ല. ആരാണ് ട്രാൻസ്ലേഷൻ നടത്തിയെന്ന് എനിക്കറിയില്ല. ആവശ്യമായി വരുന്ന ഘട്ടമുണ്ടെങ്കിൽ ക്വാസി ഗവൺമെന്റ് ഓർഗനൈസേഷനെയോ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രം ചുമതല ഏൽപ്പിക്കാം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ കുറെ നാൾ ഇത് പഠിച്ചവരാണ്. ഇവിടെ ഒരാശങ്കയുടെയും അടിസ്ഥാനം ഇല്ല. ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവലോടുകൂടി. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗവൺമെന്റ് ഒരു പ്രത്യേക സംവിധാനമാണ്. ഒരു നഗരത്തിന് ഒരു വർഷം 33% പ്ലാൻ ഫണ്ട് തന്ന് ഈ നഗരത്തെ എംപവർ ചെയ്യാൻ വേണ്ടി ജനകീയാസൂത്രണവും മറ്റു പദ്ധതികളും നടപ്പാക്കുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ ലോക്കൽ ബോഡി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടു നടക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു അന്യമായി നിൽക്കുന്ന ബോഡിയാണ് എന്ന നിലയിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആർക്കോ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഏതോ ഏജൻസിക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐക്കാർക്കല്ലേ കൊടുക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന ഏതെങ്കിലും ഓർഗനൈസേഷനല്ലേ കൊടുക്കുന്നത്?
ഓൺലി ക്വാസി ഗവൺമെന്റ് ആൻഡ് ഒഫീഷ്യൽ ഓർഗനൈസേഷൻ. അവർക്കാണ്. ഇവിടെ ആളുകൾ ചിലർ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ആ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നവരാണ് ആടിനെ പട്ടിയാക്കുന്നത്. ആടിനെ പട്ടിയാക്കുക മാത്രമല്ല, ആ പട്ടിയെ പേപ്പട്ടി എന്ന് ആക്ഷേപിച്ച് ഓടി നടന്ന് തല്ലിക്കൊല്ലുന്ന പ്രചരണമാണ് ഇപ്പോൾ ഈ കൗൺസിൽ യോഗത്തിൽ കണ്ടത്. യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഗവൺമെന്റ്, ക്വാസി ഗവൺമെന്റ്, ദാറ്റ് ഓൺലി വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ്. അതാണ് അതിനെ സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ. മറ്റൊന്ന്, 8ാമത്തെ ക്ലോസ് ആണ്. ദി സെക്കൻഡ് പാർട്ടി ഷാൽ ഇൻഫോം. ശ്രീമതി ശൈല സൂചിപ്പിച്ചതുപോലെ നോട്ടീസ് കൊടുക്കുകയല്ല, ജസ്റ്റ് ഇൻഫോം. ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്? ഇൻഫർമേഷൻ ടു ദി ജോയിന്റ് മാനേജ്മെന്റ് കമ്മിറ്റി. Who heads the committee? It is the chairman of the municipality. Municipal chairman is the chairman of the committee. ആരെയാണ് അറിയിക്കേണ്ടത് മുനിസിപ്പാലിറ്റിക്ക്? ജോയിന്റ് മാനേജ്മെന്റ് കമ്മിറ്റി. മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഹെഡ് ചെയ്യുന്ന കമ്മിറ്റിയെ മുനിസിപ്പൽ കൗൺസിലർമാരോ മുനിസിപ്പാലിറ്റി ഒരു പരിപാടി നടത്താനുണ്ടായെങ്കിൽ അറിയിക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ജോയിന്റ് കമ്മിറ്റിയുടെ പേട്ടനായ MLA ആണോ അറിയിക്കേണ്ടതല്ല. ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാനെയാണ് അറിയിക്കേണ്ടത്. ചെയർമാൻ ഓഫ് ദി മുനിസിപ്പാലിറ്റി ഈസ് ദി ചെയർമാൻ ഓഫ് ദി ജോയിന്റ് മാനേജ്മെന്റ് കമ്മിറ്റി. ഈ മാനേജ്മെന്റ് കമ്മിറ്റി എന്തിനാണ് അറിയിക്കുന്നത്? ദി സെക്കൻഡ് പാർട്ടി ഷാൽ ഇൻഫോം അറ്റ്ലീസ്റ്റ് 2 weeks in advance to the first party or the person authorized by the first party if a competition or camp etc. is being scheduled in this center. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പത്തനംതിട്ട നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഉദാഹരണത്തിന് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഒരു അന്താരാഷ്ട്ര മീറ്റ് നടത്താനായി തീരുമാനിച്ചു എന്നിരിക്കട്ടെ. ആ അന്താരാഷ്ട്ര മീറ്റ് ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഏപ്രിൽ 1 മുതൽ 30 വരെ നടക്കുന്ന അന്താരാഷ്ട്ര മീറ്റിംഗിനിടയിൽ പത്തനംതിട്ട മുനിസിപ്പൽ കൗൺസിൽ 15-ാം തീയതി യോഗം ചേർന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വസന്തോത്സവം നടത്താൻ പോവുകയാണ് ഏപ്രിൽ 20-ാം തീയതി. എന്തായിരിക്കും സാഹചര്യം? So as to avoid the conflict of interest, this clause is incorporated. ഏത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, സൈറ്റിൽ കയറി പരിശോധിക്കാം. ഈ ക്ലോസ് ഉണ്ടാകും. നടത്തിപ്പ് നടത്തുന്ന ആളുകൾ മുൻകൂട്ടി പരസ്പരം ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ക്ലോസ് ആണിത്. അത് കൂടുതൽ വ്യക്തമാകും അതിന്റെ 2ാമത്തെ സെന്റൻസ് വായിച്ചു നോക്കുമ്പോ. ആ 2ാമത്തെ സെന്റൻസിലേക്ക് എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാരെ ശ്രദ്ധ ക്ഷണിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ സെന്റൻസിൽ? ദി സെക്കൻഡ് പാർട്ടി ഷാൽ യൂസ് the play fields on time sharing basis as agreed so that optimum utilization of the sports facility is ensured. എന്താ ഇതിന്റെ അർത്ഥം? The second party shall use the play fields on time sharing basis. ടൈം ഷെയറിംഗ് ബേസിസ് അനുസരിച്ച് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയാണ് ഈ പ്ലേ ഫീൽഡ് ഉപയോഗിക്കേണ്ടത്, കളിക്കളം ഉപയോഗിക്കേണ്ടത്. ഈ കളിക്കളം എന്തിനാണ് അങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്? നമ്മളാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. എന്തിനാണ് നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്? പറയുന്നു വീണ്ടും, സോ ദാറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി സ്പോർട്സ് ഫെസിലിറ്റീസ് എൻഷുർഡ്. പരമാവധി സ്പോർട്സിന് വേണ്ടി ഈ പ്രദേശത്തെ ഉപയോഗിക്കാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയായ സെക്കൻഡ് പാർട്ടി ഷാൽ യൂസ് ദി പ്ലേ ഫീൽഡ്സ് ഓൺ ടൈം ഷെയറിംഗ് ബേസിസ്. ഇവിടെ എല്ലാ ആശങ്കകളും അവസാനിക്കുകയാണ്. പത്തനംതിട്ട നഗരസഭയിലെ സാധാരണയായി ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കുട്ടികൾ, ഓടാൻ വരുന്ന കുട്ടികൾ, അവർക്കെല്ലാം ഈ സ്റ്റേഡിയത്തിൽ പത്തനംതിട്ട നഗരസഭ നിശ്ചയിക്കുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അവിടെ വളരെ വ്യക്തമാണ് ക്ലോസ് 8. അവിടെ മറ്റൊന്നുകൂടിയുണ്ട്. ഇവിടെ എന്താ പ്രചരിപ്പിച്ചത്? സാധാരണക്കാരായ ആളുകൾ, ഞാനടക്കം നടക്കുന്നതാണ്, അവിടെ ആർക്കും കയറാൻ കഴിയില്ല. 9 ട്രാക്കുകളാണ് ഇതിനുള്ളത്. ഏറ്റവും ഔട്ടർ ട്രാക്ക് എന്ന് പറയുന്നത് വ്യായാമം നടത്തുവാൻ, പൊതുജനങ്ങൾക്ക് വ്യായാമം നടത്തുവാൻ വേണ്ടിയുള്ളതാണ്. സിന്തറ്റിക് ട്രാക്കിലൂടെ വ്യായാമം നടത്താൻ ഒക്കില്ല. സിന്തറ്റിക് ട്രാക്ക് ഒരു പർപ്പസിന് വേണ്ടിയാണ്. 8 ലൈൻ വേണം അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ നിലവാരത്തിലേക്ക് വരണമെങ്കിൽ, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ നിലവാരത്തിലേക്ക് വരണമെങ്കിൽ. ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ നിലവാരത്തിലേക്ക് വരാൻ 8 ട്രാക്കുകൾ വേണം. അതുകൊണ്ട് തന്നെ ആ 8 ട്രാക്കുകൾ ഉപയോഗത്തിന് ശേഷം പത്തനംതിട്ടയിലെ സാധാരണക്കാർക്ക്, ഓർഡിനറി പോപ്പുലേഷന് ഉപയോഗിക്കാൻ വേണ്ടി 9ാമതൊരു ട്രാക്ക് കൂടി വിഭാവനം ചെയ്തിരിക്കുന്നു. ആ ട്രാക്കാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഖില ഇന്നലെ തിരുവനന്തപുരത്ത് പോയപ്പോൾ മനോഹരമായ കാഴ്ച കണ്ടതായാണ് അവകാശപ്പെടുന്നത്. ചന്ദ്രനിഹയർ നായർ സ്റ്റേഡിയം അടച്ചിട്ടിരിക്കുന്നു.
ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അടച്ചിട്ടത് എവിടെയാ കണ്ടത്? ഞാൻ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയം പബ്ലിക്കിന് ആക്സസ് ഇല്ലാതെ അടച്ചിട്ടുണ്ടെങ്കിൽ പണി നിർത്താം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയം പബ്ലിക്കിന് വേണ്ടി ആക്സസ് ഇല്ലാതെ അടച്ചിട്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞാൽ കാണിച്ചു തന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. 32 പേർ കൂടി. ഒരു കാരണവശാലും പബ്ലിക് യൂട്ടിലിറ്റി പബ്ലിക്കിന് അന്യമാകാൻ കഴിയില്ല. പബ്ലിക് ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയില്ല. അത് പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. അത് കട്ടയിൽ ചെയ്യാൻ ഒരു നിയമപ്രകാരവും കഴിയില്ല. കഴിയണമെങ്കിൽ ഈ MOU-വിൽ പ്രത്യേകമായ ക്ലോസ് എഴുതി ചേർക്കണം. ബഹുമാനായ അഡ്വക്കേറ്റ് റോഷൻ നായർക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നത്, ശ്രീ എ സുരേഷ് കുമാർ അടക്കം. കാരണം എഗ്രിമെന്റിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് പൊതു കിണറുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം കോരി കുടിക്കരുത് എന്ന് മറ്റാളുകളെ നിരോധിക്കാൻ വേണ്ടി കഴിയുമോ? ഒരു എഗ്രിമെന്റിൽ പറയുകയാണ് ഈ സ്റ്റേഡിയം പബ്ലിക്കിന് ആക്സസ് ഉണ്ടാകില്ല, ഇന്ന റെഗുലേഷൻസ് ആയിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ട് അത് റെഗുലേറ്റ് ചെയ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ക്ലോസ് ഈ പറയുന്ന MOU-വിൽ എവിടെയുമില്ല. പബ്ലിക്കിന് തീർച്ചയായിട്ടും ആക്സസ് ഉണ്ട്. ഒരാശങ്കയും വേണ്ട അക്കാര്യത്തിൽ, ഒരാശങ്കയും വേണ്ട അക്കാര്യത്തിൽ. അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അതും ദൂരീകരിക്കാൻ ഈ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളൊക്കെ എന്റെ ഭാവിയെക്കുറിച്ചും എന്റെ പൊതുജീവിതത്തിൽ കറുത്ത പാട് വീഴുന്നതിനെ കുറിച്ചൊന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശങ്കപ്പെടണ്ട. ഇതിനകത്തൊന്നും കണ്ണു നട്ടുകൊണ്ടല്ല ഞാൻ ഇരിക്കുന്നത്. 50 കോടി രൂപ വരുന്നത് എന്റെ കയ്യിലേക്കുമല്ല, ധരിക്കണ്ട. ആ 50 കോടിയും എവിടെ വരുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. A joint bank account shall be operated and maintained by the two parties with the prior approval of the government. മനസ്സിലായോ? 15ാമത്തെ ക്ലോസ്. A joint bank account അവരുടെ കയ്യിലല്ല പോകുന്നത്. A joint bank account by both parties. സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്പോർട്സിന്റെ ഡയറക്ടർ, അതോടൊപ്പം പത്തനംതിട്ട മുനിസിപ്പൽ സെക്രട്ടറി, ഈ രണ്ടുപേരും കൂടി ഓപ്പറേറ്റ് ചെയ്യുന്ന ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. That too with the prior approval of the government. ഗവൺമെന്റിന്റെ എല്ലാ സാന്നിധ്യവും എല്ലാ ഭാഗത്തും എഴുതിച്ചു നിൽക്കുകയാണ്. ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്, അല്ലാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെയല്ല. എന്നാ പിന്നെ ഗവൺമെന്റ് ഇതങ്ങ് ഏറ്റെടുത്തുകൂടായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗവൺമെന്റിന് എപ്പോഴും ഒരു റോളുണ്ട്. ആ റോള് പൂർണ്ണമായും പരിപാലിച്ചുകൊണ്ട് മാത്രമേ, അതിന് അവിധേയമായി മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇതൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കൺസെന്റ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ മറ്റൊരു ആശങ്ക ഉയർന്നു ശ്രീ റോഷൻ നായരുടേത്. ഏറ്റവും നല്ല നിലയിലേക്ക് പോയിന്റ്സിലേക്ക് വന്ന ആ ചർച്ചയാണെന്ന് ഞാൻ കരുതുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ഗുണമുണ്ടായി ആ ചർച്ച. അദ്ദേഹം ചോദിച്ചു, തീർച്ചയായും അദ്ദേഹത്തിന്റെ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും പിന്നെ ഒരു ആശങ്കയും വേണ്ട. ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ശ്രീ ആന്റോ ആന്റണി MP ഇവിടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥയും കൂടി ഞാനിപ്പോൾ പറഞ്ഞേക്കാം. കാരണം നാളെ നിങ്ങൾ തന്നെ കുറ്റക്കാരെന്ന് വിധിക്കരുത്. അതുകൊണ്ടാണ്. എത്ര രൂപയാണ് ആ സ്റ്റേഡിയത്തിന്? 23 കോടി രൂപയാണ് എന്നാണ് എന്റെ ധാരണ. 23-24 കോടി രൂപയാണ് വേണ്ടത്. എത്ര കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയുമോ? 5 കോടി രൂപയാണ് കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയം അനുവദിച്ചിട്ടുള്ളത്. അതിൽ എത്ര രൂപ കിട്ടിയെന്നറിയാമോ? ബന്ധപ്പെട്ട ചെയർപേഴ്സൺമാർ റിപ്പോർട്ടാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് ക്ലാരിഫൈ തന്നാൽ മതി, ഞാൻ അത് തിരുത്താം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പയറ്റേക്ക് പഠിച്ചിട്ടില്ല, പൊതുവായി അറിയാവുന്ന ധാരണയാണ് പറഞ്ഞത്. 1,80,00,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആ 1,80,00,000 രൂപയിൽ നിന്നും പ്ലാനും സ്കെച്ചും വരച്ചതിന്റെ പണം കൊടുക്കരുതെന്നാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പക്ഷെ നമ്മൾ കൊടുത്തു. ഏത് ഗ്രൂപ്പിന്? ദേശായി ഗ്രൂപ്പിന്. ദേശായി ഗ്രൂപ്പിന് 1,80,00,000 രൂപ കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയം നൽകിയതിനകത്തുനിന്ന് അതിന്റെ 3.5% ആണെന്ന് തോന്നുന്നു. 3.5% അവരുടെ ഡ്രോയിങ്ങും സ്കെച്ചും വരച്ചതിന്റെ പൈസ ആ 1,80,00,000 രൂപയിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള തുകയാണുള്ളത്. ആ ബാക്കിയുള്ള തുകയ്ക്കാണ് ഇവിടെ പൊങ്ങിയിരിക്കുന്ന കമ്പികൾ. ബാക്കി ശ്രീ KR അജിത് കുമാർ വന്നോട് എടുത്തുകൊണ്ട് പോയതിന്റെ കാര്യം ഇനി അതവിടെ കിടന്ന് തുരുമ്പെടുത്താൽ ആർക്കും നഷ്ടപ്പെടാൻ കഴിയില്ല. കാരണം എന്താ? സ്പോർട്സ് മന്ത്രാലയം 2ാം ഘട്ട പണം അനുവദിച്ചിട്ടില്ല. 1,80,00,000 രൂപയിൽ അവസാനിച്ചു ആ പദ്ധതി. 1 രൂപ പോലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ അന്ന് അനുവദിച്ചിട്ടില്ല. MP-യുടെ ഫണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി MP-യുടെ ഫണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. ഈ MP-യുടെ മാത്രമല്ല, ഈ ഇന്ത്യയിലെ മുഴുവൻ MP-മാരുടെയും ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ള MP-മാരുടെ ഫണ്ടുകൾ വരുന്ന 2 വർഷക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ പറ, എവിടെ നിന്നാണ് ഈ പണം എടുത്ത് ചെയ്യേണ്ടത്? ഇൻഡോർ സ്റ്റേഡിയം അതിന്റെ കുറ്റി പൊങ്ങിയത് വരെ അത് പൊങ്ങി നിൽക്കും. ഇനി അടുത്ത കാലങ്ങളിലൊന്നുമില്ല. ആ സ്റ്റേഡിയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ 50 കോടിയുടെ പദ്ധതി വേണ്ടതില്ലാതെ വെക്കുന്നത്? അത് ഇതിന്റെ ഭാഗമല്ല. ഞാൻ ഭംഗേന്ദ്രനെ പറഞ്ഞു വന്നോളൂ, അത് ഇതിന്റെ ഭാഗമല്ല. ശ്രീ ആന്റോ ആന്റണി MP-യുടെ ഫണ്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തുടങ്ങുകയും ഫണ്ട് അവസാനിക്കുകയും കേന്ദ്ര കായിക മന്ത്രാലയം നൽകാൻ അടച്ചു നിൽക്കുകയും ചെയ്യുന്ന 23 കോടി രൂപയുടെ 1,80,00,000 രൂപ മാത്രം ലഭിച്ച പരിപാടി നിർത്തി കമ്പിയുമായി പോയിട്ടുള്ള ആ വർക്കിന് ആവശ്യമായി വരുന്ന സ്ഥലം ഈ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ഇല്ല. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ട്രക്ക് ടെർമിനൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്.
ആ ട്രക്ക് ടെർമിനലിന് വേണ്ടി എത്തിയിരിക്കുന്ന സ്ഥലവുമില്ല. സ്റ്റേഡിയം നിർമ്മാണം ആവശ്യമായി തുടങ്ങിയാൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയത്തിൽ അവർക്ക് സ്റ്റേഡിയം ആവശ്യമായി വന്നാൽ 2-3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന ആ സ്റ്റേഡിയത്തിന് മുമ്പായി അവർക്ക് കളിക്കളം ഒരുങ്ങണമെങ്കിൽ ഈ ട്രക്ക് ടെർമിനൽ അടക്കമുള്ള ഭാഗത്തേക്ക് നമുക്ക് ടെമ്പററി ആയ സ്റ്റേഡിയം ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. എന്തിനാണ് ആശങ്കപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആടിനെ പട്ടിയാക്കുക മാത്രമല്ല, പട്ടിയാക്കിയതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇതാണ് മറ്റൊരു ആശങ്ക ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ആശങ്കയ്ക്കും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് വരുമാനത്തെ സംബന്ധിച്ചാണ്. അതിന് വളരെ വ്യക്തമായ ക്ലോസുകൾ ഇതിനകത്തുണ്ട്. Earnings income received from the facilities created by the first party shall be used by the first party on priority basis for the proper upkeep, maintenance and operations of the infrastructure facilities created. ഇത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ധരിക്കേണ്ട വസന്തോത്സവം നടത്തി അതിനകത്ത് ഇൻകം കിട്ടുമെന്നുള്ള ധാരണ നമുക്ക് വേണ്ട, കിട്ടില്ല. ഒരു വസന്തോത്സവം നടത്താൻ കഴിയില്ല സ്റ്റേഡിയങ്ങളിൽ. ഇവിടെ അങ്ങനെ അതിനുവേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഇട്ടിരിക്കുക. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സമ്മേളനം നടത്താൻ കഴിയില്ല. CPM-ന്റെ ഒക്കില്ല, കോൺഗ്രസിന്റെ ഒക്കില്ല, BJP-യുടെ ഒക്കില്ല, SDP-യുടെ ഒക്കില്ല, ആരുടെ ഒക്കില്ല. സ്റ്റേഡിയം കളിക്കളമാണ്. കളിക്കളം കായിക അഭ്യാസത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ earnings or income received from the facilities created by the first party shall be used by the first party on priority basis for the upkeep, maintenance and operations. ഈ മൂന്ന് കാര്യങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. നമുക്കറിയാമല്ലോ, ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കോമ്പീറ്റന്റ് ആളുകൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലുണ്ടോ? നമ്മുടെ കണ്ടിജന്റ് വർക്കേഴ്സിനെ വെച്ചിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടത്? നമ്മുടെ കണ്ടിജന്റ് വർക്കേഴ്സിനെ വെച്ചാണോ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഓപ്പറേറ്റ് ചെയ്യിക്കേണ്ടത്? മാത്രമല്ല, 2 സ്വിമ്മിംഗ് പൂൾ. ആ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ സാധാരണക്കാർക്ക് പരിശീലനം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന മറ്റൊരു, നമ്മളൊക്കെ ഇരിക്കുമ്പോഴെങ്കിലും ഇത് നാട്ടുകാരൊന്ന് കണ്ടോട്ടെ. നമ്മുടെ എല്ലാം കയ്യൊപ്പം അതിനകത്ത് ഉണ്ടാവും. എന്തിനാണ് മറ്റാളുകൾക്ക് വേണ്ടി ചട്ടുകമാകുന്നത്? അത് തന്നെയാണ് ഇവിടെ ഉയർത്തിവിട്ട ആശങ്ക. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇതൊക്കെ തന്നെ ഉണ്ട്. അതിനൊരു ക്ലോസും സബ് ക്ലോസും ഒക്കെ ഉന്നയിച്ച് നമ്മുടെ നഷ്ടപ്പെടുന്നു എന്നുള്ള തരത്തിൽ ഉള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുവെന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ 5ാമത്തെ ക്ലോസിലും അത് പറയുന്നുണ്ട്. The first party shall maintain the said premises, playfield, etc. with the funds mobilized from the facility. 5ാമത്തെ ക്ലോസ്. ഈ ഫെസിലിറ്റിയിൽ നിന്ന് ഇവിടെ ശ്രീ കെ അജിത് കുമാർ പറഞ്ഞല്ലോ, ഒരു വർഷം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടുന്നത് 70,000 രൂപ, ആവറേജ് 50,000 രൂപ. ഒരു കാര്യം അദ്ദേഹം പറയാൻ വിട്ടുപോയി. അതിന്റെ ചെലവ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീ എ സുരേഷ് കുമാറിന്റെ കാലയളവിൽ ആണ് എന്ന് എനിക്ക് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ തിരുത്താം, 2 സെക്യൂരിറ്റിയാണ് നിയമിച്ചിട്ടുള്ളത്. 10,000 രൂപ വെച്ചാണ് സെക്യൂരിറ്റി വാങ്ങുന്നത്. 9,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കുമെങ്കിലും 10,000 രൂപ വെച്ചാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 9,000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 9,000, 20,000 ഒരു കണക്കിന് വേണ്ടി എടുത്തു. എനിക്ക് കണക്കിന് ഇച്ചിരി പുറകിലാണ്. 20,000 അങ്ങ് കൂട്ടിക്കോ. 20,000 രൂപ ഒരു മാസം വെച്ച് ഒരു വർഷം എത്ര ലക്ഷം രൂപയാകും? വരുമാനമില്ലാത്ത 55,000 രൂപ വരുമാനം മാത്രമുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തെ സംരക്ഷിക്കാൻ 2.5 ലക്ഷം 3 ലക്ഷം രൂപയുള്ള സെക്യൂരിറ്റി നിൽക്കുക, 2 പേർ അപ്പുറവും ഇപ്പുറവും. ആർക്കാണ് ഇതുകൊണ്ടുള്ള ഗുണം? എവിടെയാണ് നഗരസഭയുടെ താല്പര്യം നഷ്ടപ്പെടുന്നത്? എവിടെയാണ് നഗരസഭയുടെ ഇൻകം നഷ്ടപ്പെടുന്നത്? ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളാണ്. ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയുള്ള വാച്ചോടവങ്ങൾ മാത്രമാണിത്. വീണ്ടും അടുത്ത ക്ലോസിലേക്ക് വരാം. ഓരോ ക്ലോസുമായി 15 ക്ലോസ് നമ്മൾ വായിക്കാൻ പോവാ. ഒരാശങ്കയും വേണ്ട. ആർക്കും മലയാളമോ ഇംഗ്ലീഷോ എങ്ങനെ വേണമെങ്കിലും തർജ്ജമ ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ആരെയും അവരെ തെറ്റിദ്ധരിപ്പിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഓരോ സെന്റൻസും വായിച്ചു പോകുന്നത്. അടുത്തത് 15ാമത്തെ ക്ലോസ് ഞാൻ ആദ്യം തന്നെ വായിച്ചു. ഈ ഫണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന്റെ വ്യക്തമായ ക്ലോസ് ആണ്. അത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലൂടെ ആയിരിക്കും എന്നത് ഞാൻ വായിച്ചു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന് 12ാമത്തെ ക്ലോസ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഈ പറയുന്ന പുകമറ സൃഷ്ടിക്കുന്നതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 12ാമത്തെ ക്ലോസ് കണ്ടില്ല. 12ാമത്തെ ക്ലോസിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക. The committee shall formulate the rules and regulations for the operation of the facility, which shall include the fixation of a rent of sporting and non-sporting facility, maintenance of the facility, and all related matters. എന്താ അതിന്റെ അർത്ഥം? The committee shall formulate. ഏത് കമ്മിറ്റി? പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാനായുള്ള കമ്മിറ്റി. The committee shall formulate the rules and regulations for the operation of the facility. ഈ ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള റൂൾസും റെഗുലേഷൻസും മുഴുവൻ ഉണ്ടാക്കുന്നത് പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്ന കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ നഗരസഭ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കമ്മിറ്റിയാണ്.
അതെന്തൊക്കെ ഉൾപ്പെടും? ഫിക്സേഷൻ ഓഫ് എ റെന്റ്, സ്പോർട്ടിങ്ങും നോൺ സ്പോർട്ടിങ്ങും ഫെസിലിറ്റിയുടെയും മെയിൻ്റനൻസിന്റെയും മറ്റ് ഓൾ റിലേറ്റഡ് മാറ്റേഴ്സ് അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ എഗ്രിമെന്റിൽ കൂടുതൽ എന്ത് എഗ്രിമെന്റ് ആണ് വേണ്ടത്? അടച്ചു വെച്ചിരിക്കുകയാണ്. പത്തനംതിട്ട നഗരസഭയുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ക്ലോസ് 12 എന്തേ കാണാതെ പോയത്? ആ ക്ലോസിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഫീസും മറ്റു കാര്യങ്ങളും അനുബന്ധ സാഹചര്യങ്ങളും ഓൾ റിലേറ്റഡ് മാറ്റേഴ്സ്, എല്ലാ മാറ്റേഴ്സും തീരുമാനിക്കുന്നത് മുനിസിപ്പൽ ചെയർമാനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ എത്ര ബാലിശമാണ്! പൂജാരിമാർക്ക് വരെ പട്ടികജാതിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയ പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. അഭിമാനത്തോടു കൂടി പറയുകയാണ്. പല ക്ഷേത്രങ്ങളും തുറന്നില്ല, പൂജാരിമാരായി അവർ പോയാൽ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. പട്ടികജാതി വിഭാഗത്തിന് റിസർവേഷൻ ഏർപ്പെടുത്തിയ ധീരമായ നടപടിയെടുത്ത ഒരു സർക്കാരിന്റെ ഭാഗമായുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ കൂടെ റെപ്രസെന്റേറ്റീവാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ട ശ്രീ കെ അർജുന പട്ടികജാതി വിഭാഗത്തിന് നമുക്കൊരു കമ്മിറ്റി, ഈ പറയുന്ന കമ്മിറ്റി നമുക്ക് റെപ്രസെന്റേഷൻ കൊടുക്കാൻ കഴിയും? പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പോലും പട്ടികജാതി റിസർവേഷൻ ഇല്ല, മനസ്സിലാക്കിക്കൊള്ളുക. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും പട്ടികജാതി വിഭാഗത്തിന് റിസർവ് ചെയ്തില്ല. നമ്മൾ അവിടെയല്ലേ തുടങ്ങേണ്ടത്? എനിക്കും അഭിപ്രായം ഉണ്ടായിരുന്നു പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി റിസർവേഷൻ ചെയ്യണം. നമുക്ക് ജോയിന്റ് ആയിട്ട് ഇതിനകത്ത് റെസൊല്യൂഷൻ എടുക്കാം. അല്ലാതെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ കമ്മിറ്റിക്കകത്ത് പട്ടികജാതി റിസർവേഷൻ വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കൊത്തിലൊതുങ്ങുക? ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ കാര്യത്തിൽ. ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറയും അത് തന്നെയാണ്, പട്ടികജാതി വിഭാഗമാണ്. ആ ജനവിഭാഗമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ. വാർഡ് കൗൺസിലർ, എന്താണ് ഈ വാർഡ് കൗൺസിലർ? നിങ്ങൾക്ക് ഈ ആക്ടിൽ ഇത്രയും ബൃഹത്തായ ആക്ട് എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാക്കിയതാണ് ഈ ആക്ട്. ഇത്രയേറെ സെക്ഷനുള്ള ഒരു ആക്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ എവിടെയും വാർഡ് കൗൺസിലർ നിങ്ങൾ കാണിച്ചു തരാമോ? വാർഡ് കൗൺസിലിന്റെ അധികാരങ്ങൾ കാണിക്കാമോ? ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, 32 കൗൺസിലർമാർക്ക് ഒരേ അധികാരമാണുള്ളത്. എല്ലാ വാർഡുകളിലും മുനിസിപ്പാലിറ്റിയുടെ ഏത് പ്രവർത്തനങ്ങളിലും ഇടപെടാൻ ഏത് കൗൺസിലർക്കും അധികാരമുണ്ട്. എന്റെ വാർഡിൽ ഇടപെടാൻ 11ാം വാർഡ് കൗൺസിലറായ ശ്രീമതി റോസ്ലിൻ സന്തോഷ് അധികാരമുണ്ട്. റോസ്ലിൻ സന്തോഷിന്റെ വാർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നമുക്കുണ്ട്. നമ്മൾ ഓരോന്നും മാറ്റി വെച്ചിരിക്കുകയാണ്. ഓരോ കിങ്ഡമായി, ഓരോ സാമ്രാജ്യമായി നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. മാറ്റിവെക്കേണ്ടതില്ല. Each councillor represents a particular area in the municipal council. There is no distinction between a ward councillor and a councillor. Only councillor, municipal councillor. ഞാൻ കൗൺസിലർ എന്നോടൊപ്പം തന്നെ മറ്റൊരു കൗൺസിലറുടെയും കൂടി കൗൺസിലറാണ്, ശ്രീമതി സിന്ധു അനിലിന്റെ. അതുകൊണ്ട് എന്താ സിന്ധു അനിൽ 8ാം വാർഡിലെ കാര്യങ്ങൾ ഇടപെടാൻ കഴിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും? തീർച്ചയായും ഇടപെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു ഘട്ടത്തിലും അതിനെതിരായി ഞാൻ വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാലം തെളിയിക്കും. ഒരു ഘട്ടത്തിലും ഞാൻ ഇടപെടില്ല. ശ്രീമതി സിന്ധു അനിലാണ് കൂടുതൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾ. സ്വാഭാവികമായി ഇടപെടാം, ഒരു തർക്കവും വേണ്ട. മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള നിലയിൽ 32 വാർഡുകളിലും പരസ്പരം ഇടപെടാം, ഒരു തർക്കവും വേണ്ട. പിന്നെ നമ്മളെല്ലാം പരസ്പരം അങ്ങ് അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുകയല്ലേ, നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് ആരും കയറാറില്ല. അങ്ങനെ ഒരു വാർഡ് കൗൺസിലർ എന്നൊരു തസ്തികയില്ല. 30ാം വാർഡ് എന്നോ 10ാം വാർഡെന്നോ 8ാം വാർഡെന്നോ ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ല. അതുകൊണ്ടാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ ഇവിടേക്ക് ഈ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നടത്തിയ സമരത്തിന്റെ ഭാഗമാണ്, ഒരു സമരത്തിന്റെ ഭാഗമല്ല. ആ MLA എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണമെന്ന് പറഞ്ഞ് തേരാപ്പാര ഓടിയതിന്റെ ഫലമാണിത്. 13 ജില്ലകളിലും ഒരു അമെന്റ്മെന്റ് പോലും മാറ്റിയില്ല, ഒരു അമെന്റ്മെന്റ് പോലും ഇൻകോർപ്പറേറ്റ് ചെയ്തില്ല. അവരുടെ അദമ്യമായ ആഗ്രഹം പത്തനംതിട്ട ജില്ലയ്ക്ക് കിട്ടിയ 50 കോടിയുടെ പദ്ധതി ഈ നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകണം, ജില്ലയുടെ ആസ്ഥാനത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാണ് ഇതിന്റെ പിന്നാലെ പാഞ്ഞത്. അവിടെയും പറയുക ബ്ലസൻ ജോർജിനെ ആക്ഷേപിക്കുക. ബ്ലസൻ ജോർജ് ആരാണെന്ന് ശ്രീ കെ അജിത് കുമാർ പറഞ്ഞല്ലോ. അതിന്റെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുക ഇൻക്ലൂഡിംഗ് ബ്ലസൻ ജോർജ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയുന്നത് അതിനകത്തുള്ള ഫെസിലിറ്റിയൊക്കെ അത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? AK നായർ സാറിന്റെ പേരിലാണ് സ്റ്റേഡിയം. AK നായർ സാറിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു യൂണിറ്റ് മാത്രമാണ് ഇൻഡോർ സ്റ്റേഡിയം ബ്ലസൻ ജോർജിന്. ബ്ലസൻ ജോർജ് വേണ്ടേ? പത്തനംതിട്ടയുടെ അഭിമാനം ഉയർത്ത ഇന്റർനാഷണൽ പ്ലെയറാണ് ബ്ലസൻ ജോർജ്, മറന്നുപോകരുത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അങ്ങോട്ട് ചെന്നാൽ അവിടാണ് വീട്. പലരും വോട്ട് വാങ്ങിച്ചു കാണും, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ അടക്കം വാങ്ങിച്ച് ജയിച്ചവരായിരിക്കും. അദ്ദേഹത്തിനും പ്രാധാന്യമുണ്ട് പത്തനംതിട്ടയിൽ. സാംസ്കാരിക മന്ദിരങ്ങൾ ഉയരേണ്ടതുണ്ട്. മാത്തന്തരവൻ സാറിന്റെയും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെയും KK നായർ സാറിന്റെയും എബ്രഹാം മണ്ണായിക്കൽ അടക്കമുള്ള ആളുകളുടെ, ഇവിടെ CB രാസാഹിബിന്റെ അടക്കം സ്മാരകങ്ങൾ ഉയരേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും വേണ്ട. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഈ MOU ഇല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ യാസിൻകുട്ടി പാർലമെന്ററി പാർട്ടി നേതാവ് 2000 രൂപ മെമ്പർഷിപ്പ് ഫീ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന അറിവാണെന്ന് എനിക്ക് അറിഞ്ഞു. ഇത് MOU-വിലല്ലേ കാണേണ്ടത്? 2000 രൂപ ഫീ ഉണ്ടെങ്കിൽ അവിടെ കയറാൻ ഒക്കുന്നു. എന്തിനാണ് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്?
1 രൂപ പോലും വേണ്ടതില്ല. 2000 രൂപ പോയിട്ട് 2000 പൈസ പോലും കൊടുക്കേണ്ടതില്ല. ഈ പത്തനംതിട്ട മുനിസിപ്പൽ കൗൺസിലിന്റെ ഈ യോഗത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന MOയിൽ അങ്ങനെ ഒരു രേഖകൾ തന്നെ ഇല്ല. മറ്റൊന്ന് 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണമെന്ന് പൊതുജനങ്ങൾക്ക് അവിടെ കയറണമെങ്കിൽ. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേഡിയങ്ങളും നിങ്ങൾ രാവിലെ ചെന്നാൽ പ്രഭാത സഞ്ചാരികളെ കാണാൻ കഴിയും. ഇതിനേക്കാളൊക്കെ വലിയ സ്റ്റേഡിയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ യാത്രയുണ്ട്. അവിടെ ആർക്കും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനുകളും ഇല്ല. കിഫ്ബിയുടെ പണം കിട്ടിയതിന്റെ പേപ്പർ കാണിക്കാനാണ് പറയുന്നത്. അതിനായി പാസ്സാക്കി കൊടുക്കുന്നത് കിഫ്ബി വെക്കാൻ. കിഫ്ബിയുടെ പൈസ കിട്ടിയതിന്റെ പേപ്പർ ഇവിടെയൊക്കെയാണ് കാണുന്നത്. ഏറ്റവും വലിയ പേപ്പർ ഏതാണെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർക്ക്? കേരള നിയമസഭയുടെ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രൊവിഷൻ പോലെയല്ല പലരും. 50 കോടി രൂപയുടെ പദ്ധതി ഇടത്താവളത്തിന് പ്രഖ്യാപിച്ചിട്ട് ടോക്കൺ പ്രൊവിഷനായി പത്തനംതിട്ട മുനിസിപ്പൽ ബഡ്ജറ്റിൽ 1 രൂപ ഇടും. അങ്ങനെയല്ല കേരള സർക്കാർ ചെയ്തത്. 50x14 കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച കേരള ബഡ്ജറ്റിൽ ശ്രീ തോമസ് ഐസക്ക് 14 ജില്ലകൾക്കും ഓരോ ജില്ലകൾക്കും വേണ്ടി 50 കോടി രൂപ വീതം കിഫ്ബിയിലൂടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബഡ്ജറ്റ് പേപ്പറുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അതാണ് ഏറ്റവും വലിയ രേഖ. അത് പോയി ഇപ്പോൾ ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടും. ഒന്ന് കുത്തി നോക്കിയാൽ മതി. ആ സൈറ്റിൽ കാണും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കും എത്ര കോടി. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കല്ല അനുവദിച്ചിരിക്കുന്നത്, പത്തനംതിട്ട ജില്ലയ്ക്കാണ് അനുവദിച്ചിരിക്കുന്നത്. എന്തെല്ലാം അബദ്ധജനിതമായ ധാരണകളാണ് കൗൺസിൽ യോഗത്തിലേക്ക് എഴുന്നള്ളിച്ചു വിടുന്നത്. കിഫ്ബിയുടെ പേപ്പർ കാണിക്കാനാണ് പറയുന്നത്. കിഫ്ബിയുടെ പേപ്പറുണ്ട് നിയമസഭയുടെ രേഖകളിൽ വളരെ ഭദ്രമായി അവരുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള മറുപടി. മറ്റൊന്ന് അപ്പീൽ സർക്കാരിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പീൽ സർക്കാരിനല്ലേ? പത്തനംതിട്ട മുനിസിപ്പൽ കൗൺസിലിലെ ഫിനാൻസ് കമ്മിറ്റി അപ്പീൽ ബോഡിയല്ലേ? പത്തനംതിട്ട മുനിസിപ്പൽ സെക്രട്ടറി എടുക്കുന്ന ഒരു തീരുമാനം, അതുമായി ബന്ധപ്പെട്ട അപ്പീൽ സംവിധാനങ്ങൾ എവിടെയാണ്? സർക്കാർ കേന്ദ്രീകൃതമായ സംവിധാനത്തിലുണ്ടാവും. മാത്രമല്ല വഞ്ചിയൂർ കോടതിയിൽ പോകണം. വർഷങ്ങളോളം ഫയലും ചുമന്ന് എറണാകുളത്ത് കോടതിയുടെ വരാന്തയിൽ കയറി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫേസ് ചെയ്ത് മൂലയ്ക്ക് നിന്നിട്ടുള്ള പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരെ കണ്ട് തഴക്കവും പഴക്കവും വന്ന ശ്രീ എ സുരേഷ് കുമാറാണ് പറയുന്നത് വഞ്ചിയൂർ കോടതിയിൽ ഫയലും ചുമന്ന് പോകേണ്ടിയിരുന്നു. ഇവിടെ ഒരു കൗൺസിലറും പോകണ്ട. ഇവിടുത്തെ ട്രൈബ്യൂണലിന്റെ കേസെല്ലാം എവിടെയാണ് നടക്കുന്നത്? പത്തനംതിട്ട മുനിസിപ്പൽ കോടതിയിലാണ്. പത്തനംതിട്ട എന്ന് പറയുന്നത് ഞാൻ നഗരസഭാ ചെയർമാന്റെ കസേരയിലേക്ക് 2005-2010 കാലയളവിൽ ഞാൻ എത്തുമ്പോ 99 കേസുകളും തോക്കുന്ന കേരളത്തിലെ ഏക മുനിസിപ്പാലിറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആയിരുന്നു. അന്ന് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഒരു ലോ ഓഫീസറെ വെക്കാൻ വേണ്ടി സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ കേസുകൾ തോക്കുന്ന ഡിസ്റ്റിങ്ഷൻ ഉള്ള മുനിസിപ്പാലിറ്റി. അവിടെ നിന്നാണ് നഗരസഭാ കൗൺസിൽ 2 അഭിഭാഷകരെ മാറ്റിയത്. ശ്രീ സുനിലിനെ ഹൈക്കോടതിയിലും ശ്രീ ഉണ്ണികൃഷ്ണനെ പത്തനംതിട്ട മുനിസിപ്പൽ കോടതിയിലും വെച്ചു. ഞാനെടുത്ത തീരുമാനത്തിന്റെ ശരിമയാണ് തുടർന്ന് വന്ന കൗൺസിലുകൾ അംഗീകരിച്ചത്. ശ്രീ എ സുരേഷ് കുമാർ തുടർന്ന് വന്നു. ശ്രീ സുരേഷ് കുമാർ ഹൈക്കോടതിയിലെയും മുനിസിപ്പൽ കോടതിയിലെയും അഭിഭാഷകരെ മാറ്റിയില്ല. മാറ്റാൻ എന്താ? ഗംഭീരമായി കേസുകൾ നടത്തുന്ന വക്കീലന്മാരെ തന്നെയാണെന്ന് വെച്ചത്. അതേ തുടർന്ന് മാറി, അവസ്ഥ മാറി. ട്രൈബ്യൂണലിലേക്ക് ഇവിടുന്ന് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം മോഡലാണെന്നൊന്നും അഭിപ്രായം നമുക്കില്ല. കുത്തഴിഞ്ഞു കിടക്കുന്ന സെക്ഷനുകൾ ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഉദ്യോഗസ്ഥന്മാർ വരുന്നത് 1 മണിക്കും 12:30ക്കും വരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. 8:30 മണി മുതൽ 5:30 വരെ യാത്ര ഇവിടെ ജോലിക്കായി വരേണ്ട ആളുകൾ 11 മണിക്കും 12 മണിക്കും കയറി വരുന്ന അനുഭവമുണ്ട്. കുത്തഴിഞ്ഞ EGM തൊഴുത്തായി കിടക്കുകയാണ് പത്തനംതിട്ട മുനിസിപ്പൽ ഓഫീസ്. തർക്കമൊന്നുമില്ല. ഇവിടെ വരുന്ന ഓരോ കേസുകളും കോർട്ട് ശേഷം ഇടപെടാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെ, ഈ കൗൺസിലിന്റെ സഹായത്തോടു കൂടി തന്നെ ഇടപെടാൻ പോവുകയാണ്. ആദ്യമേ വരുമ്പോൾ എല്ലാം കൂടെ മാറ്റിക്കളയാമെന്നുള്ള വ്യാമോഹമൊന്നുമില്ല. വളരെ ശക്തമായ നടപടി തന്നെ അക്കാര്യത്തിൽ ഉണ്ടാവും. ഒരു തർക്കവും വേണ്ട. അതിനോടൊപ്പം സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പൂച്ചുണ്ടായിരിക്കും. അല്ലാത്തവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. തർക്കമൊന്നും വേണ്ട. ഒരു ദിവസം ഇരുന്നെങ്കിൽ ഒരു ദിവസം, തർക്കമൊന്നും വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർ പറയാനുള്ളത്, വഞ്ചിയൂർ കോടതിയിലാണ് നമ്മൾ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടും പോകുന്നത്. കേസുകൾക്കായി ഹൈക്കോടതി പത്തനംതിട്ടയിലേക്ക് മാറ്റണമെന്ന് പറയാൻ കഴിയില്ല. ഡിസ്പ്യൂട്ട് പരിഹരിക്കേണ്ടത് വഞ്ചിയൂർ കോടതിയിൽ തന്നെയാണ്. ആ വഞ്ചിയൂർ കോടതിയിൽ പോകുന്നതാണ് മറ്റൊരു പ്രധാന ആക്ഷേപമായി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് 14 ഏക്കർ എടുക്കുന്നുണ്ടോ എന്ന ശ്രീ റോഷൻ നായരുടെയും അതുപോലെ തന്നെ ശ്രീമതി സിന്ധുവനിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതോ റോഷൻ സന്തോഷമാണോ ചോദിച്ചു. ഇല്ല, 14 ഏക്കറും ഈ കാര്യത്തിൽ ഇല്ല. ഞാൻ പറഞ്ഞ MP കൊണ്ടുവരുന്ന ആ പ്രോജക്ട്
MP-യുടെ ഫണ്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും റിലീസ് ചെയ്യപ്പെടുമെന്ന ആഗ്രഹം തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകട്ടെ എന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ഭാഗങ്ങളെല്ലാം വിടുകയാണ്. അതോടൊപ്പം തന്നെ ട്രക്ക് ടെർമിനലുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും എല്ലാം തന്നെ വിട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പ്രധാനമായും ഉയർത്തിയിരിക്കുന്ന ആശങ്കകൾ ഇതാണ്. ഈ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരുമായാണ് നമ്മൾ കരാർ ഉൾപ്പെടാൻ പോകുന്നത്, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടിയുമായില്ല. അതിനുശേഷവും ഞാൻ സ്പോർട്സ് ഡയറക്ടറുമായി ഇപ്പോൾ ഉച്ചയ്ക്ക് പിരിഞ്ഞപ്പോഴും നിങ്ങളുടെ ആശങ്ക പങ്കുവച്ചു, MLA-യുമായി പങ്കുവച്ചു. ഈ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് പോലെയുള്ള അണ്ടർടേക്കിംഗ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനുകൾ മുനിസിപ്പാലിറ്റിയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അണ്ടർടേക്കിങ്ങുകളും നൽകാൻ അവർ സന്നദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MOU-ൽ ഒരു അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതി നഷ്ടപ്പെടുകയാണ്. ഇവിടെ വീണ ജോർജ് MLA 5 മണി 4 മണി എന്ന് പറഞ്ഞ് കൗണ്ട് ഡൗൺ നടത്തി എന്നൊക്കെ പറഞ്ഞു. സാധാരണ നിലയിൽ ആർക്കും ചിന്തിക്കാം, ഈ മാസം കൂടി കഴിയുമ്പോഴേക്കും മാർച്ച് ബഡ്ജറ്റ് വരികയാണ്, മാർച്ച് മാസത്തോടു കൂടി കോഡ് ഓഫ് കോണ്ടക്ട് വരികയാണ്, ഇനി കിഫ്ബിയുടെ ഒരു യോഗം ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഈ സർക്കാർ തന്നെ തുടർന്ന് വരുമ്പോൾ അന്ന് 14 ജില്ലകൾക്കും ഇത്തരം ഒരു സ്റ്റേഡിയം പദ്ധതി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്തനംതിട്ട നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ബസ്സിലെങ്കിലും കയറാൻ എന്റെ പ്രിയപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, സഹോദരങ്ങൾ തയ്യാറാകണം. അല്ലെങ്കിൽ ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് വിധിക്കും. അല്ലാതെ പ്രിയപ്പെട്ട സുരേഷ് കുമാർ പറഞ്ഞതുപോലെ എനിക്കൊരു ബ്ലാക്ക് മാർക്കും വരാൻ പോകുന്നില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വെളിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ആകാംക്ഷയോടുകൂടി ഇവിടെയൊക്കെ ഉള്ള ഈ TV ചാനലുകളെല്ലാം സശ്രദ്ധം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒപ്പിട്ടോ എന്നറിയാൻ നിൽക്കുകയാണ്. മതമേലധ്യക്ഷന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ, അവരെല്ലാം മണ്ടന്മാരാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാത്രമാണോ ഇതിന്റെ ആശങ്ക ഉയർത്തുന്നവർ? മാത്രമാണോ ഈ നഗരത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവർ? ഈ നഗരത്തിന്റെ താല്പര്യം സംരക്ഷിക്കണമെന്ന് ആവശ്യമില്ലാത്ത ആളുകളാണോ ഈ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും? പത്തനംതിട്ട നഗരത്തിലെ അന്തേവാസികൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആശങ്കകളെല്ലാം ഒഴിവാക്കി ഇവിടെ ഉയർന്ന ആശങ്കകൾക്കെല്ലാം ഞാൻ എന്റേതായ നിലയിൽ എന്റെ അറിവ് വെച്ചുകൊണ്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ എന്തു വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം എടുക്കാം. അനിശ്ചിതമായി കൗൺസിൽ നീട്ടിക്കൊണ്ടുപോകാനായി കഴിയും. നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പോയാൽ നോക്കുന്നില്ല. ഇദ്ദേഹം പറഞ്ഞ ആശങ്കകൾ ഉൾപ്പെടെ ഞാൻ എന്റെ ഭാഗത്തുനിന്നുള്ള ക്ലാരിഫിക്കേഷൻ പറഞ്ഞു. ആ ക്ലാരിഫിക്കേഷന്റെ മുകളിൽ വീണ്ടും ഒരു മറുപടി, പിന്നെ ഞാൻ എന്റെ മറുപടി. അങ്ങനെ പോയാൽ എങ്ങനെയാണ് തീരുക? ഇത് തീർന്നു. ഈ കൗൺസിൽ റെസൊല്യൂഷൻ എടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ട. അതിനകത്ത് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. വേണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കുക. വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ വേണം. MOU ഒപ്പിടണം എന്ന ഒരു തെറ്റിദ്ധാരണയില്ല. അങ്ങനെ ചർച്ചയ്ക്ക് മറുപടിക്ക് മറുപടി ഒന്നുമില്ല. 5 മണിക്ക് കൗൺസിലുകളുടെ നടപടികൾ അവസാനിക്കേണ്ടതാണ്. 4:40 ഈ MOU ഒപ്പിടണം എന്ന വ്യത്യസ്തമായ അഭിപ്രായമില്ലെങ്കിൽ ഇത് പാസ്സായതായി അറിയിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശങ്കകൾക്ക് ഒരു വ്യത്യാസവും താങ്കളുടെ സംസാരത്തിൽ കൂടി ഉണ്ടായിരുന്നില്ല. ഏതായാലും ശരി, ഡിവിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇതിനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഐക്യകണ്ഠേന ഈ റെസൊല്യൂഷൻ പാസ്സായതായിട്ട് അറിയിക്കുന്നു. MOU ആവശ്യമില്ല എന്നുള്ളവർ കൈവർത്തിക്കും. MOU വേണ്ടതില്ല എന്നുള്ളവർ ആളുകൾ കൈവർത്തിക്കും. അതെ, അത് തന്നെ ഉയർത്തിക്കും. MOU വേണ്ടതില്ല ഒപ്പിടേണ്ടതില്ല എന്നുള്ളവർ കൈവർത്തിക്കും. അതെല്ലാം കഴിഞ്ഞല്ലോ, ചർച്ചയെല്ലാം കഴിഞ്ഞല്ലോ. ചർച്ച കഴിഞ്ഞ് വേണ്ട എന്നുള്ളവർക്ക് കൈവക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുകയാണ്. അത് നിങ്ങളല്ലേ ഡിസെൻഡിങ് പറയുന്നത്? വേണ്ട എന്ന് നിങ്ങൾ പറയുന്നു. MOU വേണ്ട, നിങ്ങൾ കൈവക്കുക. അടുത്ത അജണ്ടയിലേക്ക് കടക്കുക. കൈവക്കുകയാണെങ്കിൽ കൈവക്കാം. അജണ്ട പാസ്സാക്കി അടുത്ത അജണ്ടയിലേക്ക്. അതാണ് നിങ്ങളല്ലേ ഡിവിഷൻ പറയുന്നത്? വേണ്ട, മാറ്റം വരുത്തും. ഞാൻ പറഞ്ഞില്ലേ, MOU-വിനകത്ത് എല്ലാ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. MOU-വിനകത്ത് ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ചെയ്യാം. ഡിവിഷൻ ആവശ്യപ്പെട്ടവർ തന്നെ വേണ്ട എന്നുണ്ടെങ്കിൽ കൈവക്കുക. അതായത് ഭേദഗതിയോട് കൂടിയാണ് വേണ്ടത് എന്നുള്ളവർ കൈവക്കിക്കോ. കൈവക്കിക്കോ.
ഒന്നാമത്തെ അജണ്ട പാസ്സായതായി അറിയിക്കുന്നു. രണ്ടാമത്തെ അജണ്ടയിലേക്ക് കടക്കും. ഞാൻ പലതവണ പറഞ്ഞല്ലോ വോട്ട് ചെയ്യാൻ. വേണ്ടെങ്കിൽ ഇത് വേണ്ടെന്നുള്ളവർ കൈവക്കിക്കോ. അല്ല അതറിയണ്ട, ജനം അറിയണ്ട. ഇത് വേണ്ടെന്നുള്ളവർ കൈവക്കാം. അത് അറിയിച്ചിരിക്കട്ടെ. നിങ്ങൾ കൈവക്കില്ല. നിങ്ങൾ കൈവക്കാൻ നിങ്ങളല്ലേ വോട്ട് പ്രസ് ചെയ്യുന്നത്. ആ വോട്ട് ആ പറഞ്ഞില്ല. വേണ്ടെന്നുള്ളവർ കൈവക്കിക്കോ. വേണ്ടാത്തൊരു കൈവക്കില്ല. നാട്ടിലെ ആ 113 പേർക്ക് വേണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ബാക്കി 16 പേര് 19 പേര് അവരങ്ങനെ അഭിപ്രായം പറഞ്ഞില്ലേ? അവിടെ പറഞ്ഞേ അത് പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവർ കൈവക്കിക്കോളാൻ പറഞ്ഞു. 13 പേരെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. 13 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. 13 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. വോട്ടിംഗല്ലേ ജനാധിപത്യം. രണ്ടും മൂന്നും അജണ്ടകൾ പാസ്സായതായി അറിയിക്കും. എന്തു ഭരണം ചെയർമാനെ വിട്ടികളാക്കാൻ പറ്റില്ല. പൊതുജനത്തെ പറ്റില്ല. പൊതുജനത്തെ വിട്ടികളാക്കാൻ LDF പറ്റില്ല. കറുത്തദിനം നഗരസഭയുടെ കറുത്തദിനം
രാജിവെക്കൂ 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 ജില്ലാ സ്റ്റേഡിയം വിട്ടുതുലച്ച ജില്ലാ സ്റ്റേഡിയം വിട്ടുതുലച്ച ജില്ലാ സ്റ്റേഡിയം വിട്ടുതുലച്ച ജില്ലാ സ്റ്റേഡിയം വിട്ടുതുലച്ച LDF നാണമില്ലേ LDF നാണമില്ലേ LDF നാണമില്ലേ LDF നാണമില്ലേ UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത നെട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നെട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നെട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നെട്ടങ്ങളെല്ലാം വിൽക്കുന്നേ ഇടയന്മാർ വിൽക്കുന്നേ ഇടയന്മാർ വിൽക്കുന്നേ ജില്ലാ സ്റ്റേഡിയം വിൽക്കുന്നേ ജില്ലാ സ്റ്റേഡിയം വിൽക്കുന്നേ ജില്ലാ സ്റ്റേഡിയം വിൽക്കുന്നേ ജില്ലാ സ്റ്റേഡിയം വിൽക്കുന്നേ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ കരുതണം 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 നഗരസഭയിൽ കരുതണം നഗരസഭയിൽ കരുതണം ഇതുപോലൊരു നാറിയ ഭരണം ഇതുപോലെ നാറിയ ഭരണം പത്തനംതിട്ടയിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പത്തനംതിട്ടയിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കി വിഡ്ഢികളാക്കി മുന്നോട്ട് പോകാൻ നോക്കിയാല് മുന്നോട്ട് പോകാൻ നോക്കിയാല് പറ്റില്ല 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 മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല UDF പറയുന്നു UDF പറയുന്നു UDF പറയുന്നു UDF പറയുന്നു കരുതണം 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 പത്തനംതിട്ടയിൽ കരുതണം പത്തനംതിട്ടയിൽ കരുതണം പത്തനംതിട്ടയിൽ കരുതണം പത്തനംതിട്ടയിൽ കരുതണം ഇല്ല ഇല്ല പറ്റില്ല ഇല്ല ഇല്ല പറ്റില്ല ഇല്ല ഇല്ല പറ്റില്ല ഇല്ല ഇല്ല പറ്റില്ല അടുത്ത കൗൺസിലിൽ സമ്മതിക്കില്ല അടുത്ത കൗൺസിൽ സമ്മതിക്കില്ല അടുത്ത കൗൺസിലിൽ സമ്മതിക്കില്ല അടുത്ത കൗൺസിൽ സമ്മതിക്കില്ല UDF പറയുന്നു UDF പറയുന്നു UDF പറയുന്നു UDF പറയുന്നു പിന്മാറൂ 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 തീരുമാനത്തിൽ നിന്ന് പിന്മാറൂ തീരുമാനത്തിൽ നിന്ന് പിന്മാറൂ തീരുമാനത്തിൽ നിന്ന് പിന്മാറൂ തീരുമാനത്തിൽ നിന്ന് പിന്മാറൂ UDF സിന്ദാബാദ് UDF സിന്ദാബാദ് കരുതണം 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 പത്തനംതിട്ടയിൽ കരുതണം പത്തനംതിട്ടയിൽ കരുതണം നഗരസഭാ സ്റ്റേഡിയം വിറ്റുകുലച്ചു സ്റ്റേഡിയം വിട്ടുതുലച്ചു നഗരസഭാ സ്റ്റേഡിയം വിറ്റുകുലച്ചു വിട്ടുതുലച്ചു എ.കെ. നായർ സ്റ്റേഡിയം വിറ്റുകുലച്ചു സ്റ്റേഡിയം വിട്ടുതുലച്ചു എ.കെ. നായർ സ്റ്റേഡിയം വിറ്റുകുലച്ചു സ്റ്റേഡിയം വിട്ടുതുലച്ചു ന്യായമൊന്നും പറയണ്ട ന്യായമൊന്നും പറയണ്ട ന്യായമൊന്നും കേൾക്കേണ്ട ന്യായമൊന്നും കേൾക്കണ്ട അന്യായങ്ങൾ ന്യായങ്ങളാകില്ല അന്യായങ്ങൾ ന്യായങ്ങളാകില്ല അന്യായങ്ങൾ ന്യായങ്ങളാകില്ല ന്യായങ്ങളാകില്ല UDF സിന്ദാബാദ് UDF സിന്ദാബാദ് കരുതണം 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 പത്തനംതിട്ടയിൽ കരുതണം പത്തനംതിട്ടയിൽ കരുതണം UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് ജനങ്ങളെ ആകെ വഞ്ചിച്ചവരെ ജനങ്ങളെയാകെ വഞ്ചിച്ചവരെ ജനങ്ങളെ ആകെ വഞ്ചിച്ചവരെ ജനങ്ങളെയാകെ വഞ്ചിച്ചവരെ LDF മൂരാച്ചുകളെ LDF മൂരാച്ചികളെ LDF മൂരാച്ചുകളെ LDF മൂരാച്ചികളെ നാണമില്ലേ 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 UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ ഇടതന്മാർ വിൽക്കുന്നേ ഇടയന്മാർ വിൽക്കുന്നേ ഇടതന്മാർ വിൽക്കുന്നേ ഇടയന്മാർ വിൽക്കുന്നേ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ നാണമില്ലേ ചെയർമാനെ ജനങ്ങളെയാകെ വഞ്ചിച്ച ജനങ്ങളെയാകെ വഞ്ചിച്ച ജനങ്ങളെയാകെ വഞ്ചിച്ച ജനങ്ങളെയാകെ വഞ്ചിച്ച LDF ചെയർമാനും LDF ചെയർമാനും LDF ചെയർമാനും LDF ചെയർമാനും നാണമില്ലേ 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 UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത UDF നേടിയെടുത്ത വർഷങ്ങളായി നേടിയെടുത്ത വർഷങ്ങളായി നേടിയെടുത്ത വർഷങ്ങളായി നേടിയെടുത്ത വർഷങ്ങളായി നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ നേട്ടങ്ങളെല്ലാം വിൽക്കുന്നേ ഇടതന്മാർ വിൽക്കുന്നേ ഇടയന്മാർ വിൽക്കുന്നേ വിറ്റ് വിറ്റ് തകർക്കുന്നേ വിറ്റ് വിറ്റ് നടക്കുന്നേ വിറ്റ് വിറ്റ് തകർക്കുന്നേ വിറ്റ് വിറ്റ് നടക്കുന്നേ കരുദിനമാണ് കരുദിനമാണ് കരുതമാണ് കരുതമാണ് നഗരസഭയിൽ കരുദിനമാണ് നഗരസഭയിൽ കരുതമാണ്
UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് KK നായർ സ്റ്റേഡിയം വിറ്റുതുലച്ച KK നായർ സ്റ്റേഡിയം വിറ്റുതുലച്ച KK നായർ സ്റ്റേഡിയം വിറ്റുതുലച്ച KK നായർ സ്റ്റേഡിയം വിറ്റുതുലച്ച ഇടതന്മാരെ മൂരാച്ചികളെ ഇടതന്മാരെ മൂരാച്ചികളെ ഇടതന്മാരെ മൂരാച്ചികളെ ഇടതന്മാരെ മൂരാച്ചികളെ ജനമഞ്ചകരെ മൂരാച്ചികളെ ജനമഞ്ചകരെ മൂരാച്ചികളെ ജനമഞ്ചകരെ മൂരാച്ചികളെ ജനമഞ്ചകരെ മൂരാച്ചികളെ നാണമില്ലേ 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 വഞ്ചകരെ 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 വിറ്റ് വിറ്റ് തുലയ്ക്കുന്നു വിറ്റ് വിറ്റ് തുലയ്ക്കുന്നു വിറ്റ് വിറ്റ് തുലയ്ക്കുന്നു വിറ്റ് വിറ്റ് തുലയ്ക്കുന്നു UDF നേടിയതെല്ലാം UDF നേടിയതെല്ലാം വർഷങ്ങളായി നേടിയതെല്ലാം വർഷങ്ങളായി നേടിയതെല്ലാം വിറ്റ് വിറ്റ് തുലയ്ക്കുന്നേ വിറ്റ് വിറ്റ് തുലയ്ക്കുന്നേ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നേ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നേ LDF-ഉം ചെയർമാനും LDF-ഉം ചെയർമാനും LDF-ഉം ചെയർമാനും LDF-ഉം ചെയർമാനും ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നേ ജനങ്ങളെ ആകെ വഞ്ചിക്കുന്നേ വഞ്ചനയാണ് 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 നഗരസഭയിൽ വഞ്ചനയാണ് നഗരസഭയിൽ വഞ്ചനയാണ് LDF-ന് വഞ്ചനയാണ് LDF-ന് വഞ്ചനയാണ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് പരിപാടി ഇല്ലല്ലോ മറ്റൊരു വിഷയം ഉണ്ടാകാതിരിക്കാൻ മാത്രമേ ഉള്ളൂ. സിന്ദാബാദ് 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 UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് വിൽക്കുന്നേ 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 നഗരസഭയെ വിൽക്കുന്നേ നഗരസഭയെ വിൽക്കുന്നേ സിന്ദാബാദ് 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 UDF സിന്ദാബാദ് UDF സിന്ദാബാദ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് വികസനത്തിൻ പേര് പറഞ്ഞ് ആർട്ടികളെല്ലാം വിൽക്കുന്നേ ആർട്ടികളെല്ലാം വിൽക്കുന്നേ ആർട്ടികളെല്ലാം വിൽക്കുന്നേ ആർട്ടികളെല്ലാം വിൽക്കുന്നേ സിന്ദാബാദ് സിന്ദാബാദ് വിറ്റുതുലച്ചേ വിറ്റുതുലച്ചേ സ്റ്റേഡിയം വിറ്റുതുലച്ചേ സ്റ്റേഡിയം വിറ്റുതുലച്ചേ സ്റ്റേഡിയം വിറ്റുതുലച്ചേ സ്റ്റേഡിയം വിറ്റുതുലച്ചേ കരിദിനം 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 പത്തനംതിട്ടയിൽ കരിദിനം സുരേഷ് കുമാർ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇന്നിപ്പം ഭാവി തീരുമാനങ്ങൾ എന്താണ്? നിങ്ങൾ 13 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, SDP പിന്തുണയ്ക്കുകയായിരുന്നല്ലോ, ഇതിനെ നിഷ്പക്ഷമായിരുന്നല്ലോ, എന്താണ് ഭാവി നടപടി? വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണിന്ന് പത്തനംതിട്ടയിൽ നഗരസഭയിൽ നടന്നിരിക്കുന്നത്. പത്തനംതിട്ട KK നായർ സ്റ്റേഡിയത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ചർച്ച ചെയ്യുന്ന വിഷയമായിരുന്നു നഗരസഭാ കൗൺസിലുണ്ടായിരുന്നു. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ശക്തമായ ഞങ്ങളുടെ എതിർപ്പ്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ഈ ധാരണാപത്രത്തിൽ ചില വ്യവസ്ഥകൾ നഗരസഭയുടെ താല്പര്യങ്ങളും പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം KK നായർ സ്റ്റേഡിയം അത് മറ്റ് ഏജൻസികൾക്കും മറ്റ് സംഘടനകൾക്കും അവരുടെ കൈകളിലേക്ക് പോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് ഈ ധാരണാപത്രത്തിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വാദഗതി ഉയർത്തിയത്. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ കൗൺസിലിൽ മുതൽ ഞങ്ങൾ ഈ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചില ആളുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്താണെന്ന് നോക്കാതെ ഞങ്ങൾ 13 പേരുടെ അഭിപ്രായം മാത്രം അത് എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാവിലെ മുതൽ പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയുകയും അത് പറയുകയും
പക്ഷേ പത്തനംതിട്ട നഗരസഭയുടെ ചെയർമാൻ ഇവിടുത്തെ MLA-യുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ എങ്ങനെയെങ്കിലും 4 വോട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അജണ്ട ആദ്യത്തെ കൗൺസിൽ തന്നെ വെച്ചത്. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല സ്റ്റേഡിയം വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സ്റ്റേഡിയത്തിൽ ജനങ്ങൾക്കും പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള ആ അജണ്ടകളും അത്തരത്തിലുള്ള വ്യവസ്ഥകളും മാറ്റണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചർച്ചകളാണ് വൈകുന്നേരം ഏകദേശം 4 മണി വരെ ചർച്ചകൾ നടന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ കൗൺസിൽ അംഗങ്ങളെല്ലാം ആ ചർച്ചയിൽ പങ്കെടുത്തത്. എന്നാൽ അതെല്ലാം പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെതായ ചില വാദമുഖങ്ങൾ ഉയർത്തി അന്യായമായ കാര്യങ്ങൾ പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ പത്തനംതിട്ട നഗരസഭയുടെ ചരിത്രത്തിൽ ഇതൊരു കറുത്ത ദിനമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിൽ പ്രതിഷേധിക്കുവാൻ പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം മുന്നിൽ വരും. കൗൺസിലുകളിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ജനങ്ങളെ വിട്ടുകളാക്കുന്ന ഈ സമീപനങ്ങളിൽ നിന്നും ചെയർമാൻ പിന്മാറണം, ഇന്നെടുത്ത തീരുമാനത്തിൽ നിന്നും പിന്മാറണം എന്നാണ് UDF-ന് പറയാനുള്ളത്. സുരേഷ് കുമാർ. ഒന്നെ കരുതി വിട്ടാ സ്ഥലത്തര അതിലക്ഷണം ഇപ്പുറത്തേക്കണം ഈ വൈസ് ചെയർമാൻ പോലും അവരുടെ അഭിപ്രായത്തിൽ ഇത് പൂർണ്ണമായി സമ്മതമല്ല എന്നുള്ള ഒരു സൂചനയായിരുന്നു. വൈസ് ചെയർമാൻ അവരുടെ ചർച്ചയിൽ ആദ്യം പറഞ്ഞത് ഇതിൻ്റെ അകത്തെ ന്യൂനതകൾ പരിഹരിച്ച് ഈ MOU പാസ്സാക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ധാരാളം ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ പരിഹരിച്ച് ഇത് പാസ്സാക്കണമെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്തും പറഞ്ഞത്, ഇന്നത്തെ ഈ ചർച്ചയിലും പറഞ്ഞത്. ആദ്യത്തെ കൗൺസിൽ യോഗമാണ്. ഇത്ര നിർബന്ധ ബുദ്ധി എന്തിനാണ് കാണിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ ജോർജ് MLA-ക്ക് 4 വോട്ടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പത്തനംതിട്ടയിലെ KK നായർ സ്റ്റേഡിയത്തിന്റെ പൂർണ്ണമായ അധികാരം ഏജൻസികൾക്കും സർക്കാരിലേക്കും പോകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെതിരായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. യാതൊരുവിധമായ ന്യായമല്ലാത്ത കാര്യങ്ങളാണ് ചെയർമാൻ അവസാനം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് പോലും എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ചില വാദമുഖങ്ങൾ പറഞ്ഞു. ആ വാദമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നഗരസഭയ്ക്ക് യാതൊരുവിധമായ നഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ MOU മനസ്സിലാക്കുന്ന ആളുകൾക്ക്, അത് കാണുന്ന ആളുകൾക്കറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യവസ്ഥകളും പത്തനംതിട്ടയിലെ ജനങ്ങളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ, ഈ നഗരസഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെയുള്ള വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകൾ മാറ്റണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ അതൊന്നും മുഖവിലേക്കെടുത്തില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. അതിനു മുമ്പ് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ഇത് ഉയർത്തിക്കൊണ്ടുവന്നു. ഇതെല്ലാം MLA-യുടെ ചില ചെപ്പടി വിദ്യകളാണ്. ആ ചെപ്പടി വിദ്യകൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനങ്ങളുമാണ് വന്നിരിക്കുന്നത്. കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, കിഫ്ബിയിൽ നിന്നും എത്ര രൂപയുടെ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ രേഖകൾ കാണിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറയുന്നത് കിഫ്ബിയിലേക്ക് കൊണ്ടുപോയാണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള സാധാരണക്കാരായ ഈ നഗരസഭാ കൗൺസിൽ അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണ്ടേ? അത് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള ബാധ്യതയില്ലേ? ഞങ്ങൾ ചോദിച്ചതിന് ഒന്നും വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. എല്ലാം ആ ചോദ്യങ്ങളിൽ നിന്നും വഴുതി മാറി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതൊരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല. അടുത്ത കൗൺസിലിലും ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം ഉയർത്തും. പത്തനംതിട്ടയിൽ കരിദിനമായി ഞങ്ങൾ ആചരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. പത്തനംതിട്ടയിലെ ജനങ്ങളെ ആകമാനം വിഡ്ഢികളാക്കുന്ന സമീപനങ്ങളാണ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ബഹുമാനപ്പെട്ട ചെയർമാനും ആ ഭരണസമിതിയും എടുത്തിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞത് സ്റ്റേഡിയം വേണം, പക്ഷേ സ്റ്റേഡിയത്തിന്റെ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, പത്തനംതിട്ടയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതില്ലാതെ മുന്നോട്ട് പോയാൽ, ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൗൺസിലിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്.